ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA. അധ്യായം 25. പ്രമുഖ വ്യവസായിയെ കുത്തിവീഴ്ത്തി വാഹനം മോഷ്ടിച്ച് ജ്വല്ലറിയിൽ നിന്ന് കവർന്നെടുത്ത 101 പവൻ സ്വർണവുമായി ചിലങ്ക എന്ന യുവതി കടന്നുകളഞ്ഞു. രക്ഷപ്പെട്ടത് വ്യവസായിയുടെ വെള്ള ടൊയോട്ട ഫോർച്യൂണർ വാനിൽ. ഹൈവേകളിൽ തിരച്ചിൽ ശക്തമാക്കുക, ഇതായിരുന്നു മെസ്സേജ്. പാലക്കാട് പോലീസും കോയമ്പത്തൂർ പോലീസും സംയുക്തമായിട്ടായിരുന്നു അന്വേഷണം. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് കാത്തുനിന്നിരുന്ന സുപ്രിയയെയും മറ്റു ബന്ധുക്കളെയും ഡോക്ടർമാർ ഇടവിട്ട് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. ജയമോഹൻ തമ്പിയുടെ വൻകുടലിൻ്റെ കുറച്ചു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. ചുമലിനേറ്റ കുത്ത് വലതുകൈയുടെ സ്വാധീനം തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം. നാഫിയിലെ കുത്തും മാരകമാണ്. ശ്വാസകോശത്തിനും ക്ഷതമുണ്ട്. കിട്ടിയോ അവളെ? SP ടൈഗർ ശങ്കർമനിൻ്റെ അടുത്തേക്ക് ദ്രാവിഡമണി വന്നു. തെരയുക പോലീസ്. ഇതെന്നെ തെരച്ചില സാറേ. 2 സംസ്ഥാനങ്ങളിലെ പോലീസ് തെരഞ്ഞിട്ടും അവളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് വച്ചാൽ? ദ്രാവിഡമണി പതിയെ തലതിരിച്ച് SP ടൈഗർ ശങ്കർമനിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തള്ളയുടെ ശവം കാണാൻ അവൾ വന്നില്ലെങ്കിലോ? അതൊരു ചോദ്യം തന്നെയായിരുന്നു. വരത്തില്ലേ മണി? വരാം, വരാതിരിക്കാം. എനിക്ക് പക്ഷേ വലിയ ഉറപ്പില്ല. ദ്രാവിഡമണി പതിയെ തിരിഞ്ഞു. അമ്മയെ കാണാതായി എന്നറിയുമ്പോഴേ അവൾക്കറിയാം നമ്മുടെ കയ്യിൽ പെട്ടുവെന്ന്. പിന്നെ അവരെ ജീവനോടെ കിട്ടത്തില്ലെന്നും അവൾക്കറിയാം. എനിക്ക് തോന്നുന്നത് അവൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാ. ഇല്ല, ദ്രാവിഡമണി തല വെട്ടിച്ചു. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല സാറേ. അറിഞ്ഞിടത്തോളം അത്രയ്ക്ക് ബോൾഡാ ചിലങ്ക. വലിയ ബുദ്ധിരാക്ഷസനെന്ന് പറഞ്ഞു നടന്ന ജയമോഹൻ തമ്പി സാറിനിട്ട് കൃത്യമായി സ്കെച്ച് ചെയ്ത് പണി കൊടുത്തത് കണ്ടില്ലേ അവള്? നല്ല ഒന്നാന്തരം പ്രൊഫഷണൽ പൂള. അയാളുടെ നെഞ്ചത്തും വയറ്റത്തും അവൾ പൂളിയേക്കുന്നത്. SP വിജയചന്ദ്രൻ ധൃതിയിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ശങ്കരെ. ടൈഗർ ശങ്കർമനൻ്റെ കണ്ണുകൾ ഒന്നും മിന്നി. അരമണിക്കൂർ മുൻപ് ഒരു ഫോർച്യൂണർ വേലാണ്ടി വനം വഴി അതിർത്തി കടന്നെന്ന് പോത്തൻ സക്കറിയ പോത്തൻ്റെ സ്പിരിറ്റ് ലോറിക്കാർ തന്ന വിവരമാ. അത് അവൾ തന്നെ. ദ്രാവിഡമണിക്ക് ഉറപ്പായിരുന്നു. എവിടെ വിജയ? അവളുടെ തള്ള ക്യാമ്പ് ഓഫീസിലുണ്ട്. ഒന്നും അവിടെ വെച്ച് വേണ്ട എന്ന് ഞാൻ മാർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. പഴയ ടൊയോട്ട ഗ്യാരേജിലേക്ക് കൊണ്ടുവരാൻ. ഏത്? നിങ്ങൾ അമ്മായി അപ്പനിട്ട് പണി കൊടുത്ത സ്ഥലമോ? ടൈഗർ ശങ്കർമന്നൻ പറഞ്ഞത് ആരെങ്കിലും കേട്ടോ എന്ന ഭാവത്തിൽ പേടിയോടെ SP വിജയചന്ദ്രൻ ചുറ്റും നോക്കി. ഇല്ല, സുപ്രിയയും സുചിത്രയുമൊക്കെ ഒരുപാട് ദൂരെയാണ്. അതാ കറക്റ്റ് സ്ഥലം. ചോദ്യവും ഭേദ്യവുമൊക്കെ അവിടെ വെച്ച് മതി. ജീവൻ്റെ ഒരു ചെറുതുടുപ്പ് ബാക്കി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. ടൈഗർ ശങ്കർമന്നൻ തിരിഞ്ഞ് വിജയചന്ദ്രനെ നോക്കി. എങ്ങനെ, സുന്ദരിയാണോ അവര്? ചിലങ്കയുടെ അമ്മയല്ലേ ശങ്കരെ? മോശം വരുമോ? ഓപ്പറേഷൻ തീരാൻ ഇനിയും 4-5 മണിക്കൂർ എടുക്കും. നമുക്ക് ടൊയോട്ട ഗാരാജിലേക്ക് പോയാലോ? ടൈഗർ ശങ്കർമന്നൻ എല്ലാവരെയും നോക്കി. ചിലങ്കയുടെ അമ്മയുമായി വല്ലതും മിണ്ടിയും പറഞ്ഞുമിരിക്കാം. എന്താ? ഒത്താൽ അപ്പോഴത്തേക്ക് ആ മറ്റവളെയും കയ്യിൽ കിട്ടും. SP വിജയചന്ദ്രൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. ജയമോഹൻ തമ്പിയുടെ ടൊയോട്ട ഗരാജിനുള്ളിൽ CI മാർട്ടിൻ ജോസിൻ്റെയും പോലീസുകാരുടെയും നടുക്കായിരുന്നു സുധ. ഭയം കൊണ്ട് അവരുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞ് നടന്നത് എന്താണെന്ന് സുധ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ചിലങ്കയുടെയും തൻ്റെയും ജീവിതം തീർന്നെന്ന് സുധയ്ക്ക് ഉറപ്പായിരുന്നു. മരണം ഇനി ഏതു രൂപത്തിൽ വരും എന്നറിഞ്ഞാൽ മതി. ഗരാജിന് പുറത്തേക്ക് ഒരു ഫോർഡ് എൻഡവറും റെനോൾട്ടിൻ്റെ ഡസ്റ്റർ വാനും വന്നു നിന്നു. മാർട്ടിൻ ജോസ് എഴുന്നേറ്റു. SP-മാരായ ടൈഗർ ശങ്കർമനനും വിജയചന്ദ്രനുമായിരുന്നു മുൻപിൽ വന്നത്. പിന്നാലെ ദ്രാവിഡമണി. സുധ എന്തു പറയുന്നു മാർട്ടിനെ? ടൈഗർ ശങ്കർമന്നൻ മാർട്ടിൻ ജോസിനെ നോക്കി. ഒന്നും പറഞ്ഞില്ല സാറേ. ഒന്നും. രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവളെ മോളെയും. SP വിജയചന്ദ്രൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായി. അവളെ കിട്ടിയിരുന്നെങ്കിൽ ഇവരുടെ മുൻപിലിട്ട് ഞങ്ങൾ മാറി മാറി അങ്ങ് രക്ഷിക്കുമായിരുന്നു. ഇതിപ്പോൾ അവളെ കിട്ടാത്ത സ്ഥിതിക്ക് ആട്ടിൻകുട്ടിയെ കൂട്ടിൽ കെട്ടി കടുവയെ വിളിച്ചു വരുത്തുന്ന പണിയെ നടക്കത്തുള്ളൂ. വിജയചന്ദ്രൻ പതിയെ സുധയുടെ മുൻപിലെത്തി നിന്നു. പിന്നെ അവരുടെ നെറുകയിൽ ഒന്ന് തടവി. സുധയുടെ ഇടതൂർന്ന മുടി കസേരയ്ക്ക് പിന്നിലേക്ക് ഒരു വെള്ളച്ചാട്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. സുധയ്ക്ക് എത്ര വയസ്സുണ്ട്? വിജയചന്ദ്രൻ സുധയുടെ കണ്ണുകളിലേക്ക് നോക്കി. 42. സുധ വിക്കി. ഏയ്, അത്രയൊന്നുമില്ല. വിജയചന്ദ്രൻ്റെ വിരലുകൾ സുധയുടെ മുഖത്തുകൂടി ഇഴഞ്ഞു താഴേക്ക് വന്നു. ഏറിയാൽ ഒരു 38. ഇല്ലില്ല, 35. ചിലങ്കയുടെ മൂത്ത ചേച്ചിയാണെന്ന് തോന്നു. സുധയെ ഞാനൊന്ന് ചുംബിക്കട്ടെ? വേണ്ട. സുധ തീപ്പൊള്ളലേറ്റതുപോലെ പിന്നിലേക്ക് പിടഞ്ഞു പതുങ്ങി. പറ്റത്തില്ല, എനിക്ക് ചുംബിക്കണം. വിജയചന്ദ്രൻ സുധയുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. ഒരു ദീർഘചുംബനം. ശ്വാസം മുട്ടിപ്പിടഞ്ഞ സുധയുടെ കാലുകളിൽ വിജയചന്ദ്രൻ ചവിട്ടിപ്പിടിച്ചിരുന്നു.
അയാൾ തല പിൻവലിച്ചതും സുധ വായ പിളർന്ന് ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. അന്ത്യചുംബനം കഴിഞ്ഞു. വിജയചന്ദ്രൻ ചിരിച്ചു. പിന്നെ തല തിരിച്ച് ടൈഗർ ശങ്കർ മനനെ നോക്കി. ശങ്കരേ, താനല്ലേ പാലക്കാട് SP? ചോദിക്കു സുധാമ്മയോട് മകൾ പോവാനിടയുള്ള ഒളിയിടങ്ങളെക്കുറിച്ച്. ടൈഗർ ശങ്കർ മനൻ സുധയുടെ നേരെ വന്നു. പിന്നെ കസേര വലിച്ചിട്ട് അവർക്ക് അഭിമുഖമായി ഇരുന്നു. സുധ ഉത്തരം പറയും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ചോദിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് ചോദിക്കുക. ചിലങ്ക എവിടേക്കാവും പോയത്? സത്യമായിട്ടും അറിയത്തില്ല സാറേ. അറിയത്തില്ല പറഞ്ഞുകൊണ്ട് ശങ്കർ മനൻ എണീറ്റു. പിന്നെ സുധയുടെ പിന്നിലെത്തി നിന്നു. ജയമോഹൻ തമ്പിയെ ആക്രമിക്കാനുള്ള പദ്ധതി നിങ്ങൾ അമ്മയും മോളും കൂടി പ്ലാൻ ചെയ്തതല്ലേ? അല്ല സാറേ, സുധ കരഞ്ഞു. എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അയ്യോ പാവം. ശങ്കർ മന്നൻ മിന്നൽ വേഗത്തിൽ ഇടത് കൈപ്പത്തി കൊണ്ട് സുധയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുമോ എന്ന് നോക്കാം. വാച്ചിൽ നോക്കിക്കൊണ്ടായിരുന്നു ശങ്കർ മന്നൻ പറഞ്ഞത്. തറയിൽ കാലിട്ടടിച്ച് സുധ പിടഞ്ഞുകൊണ്ടിരുന്നു. ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു വിജയചന്ദ്രനും കൂട്ടരും. കൃത്യം 45 സെക്കൻഡ്. ശങ്കർ മന്നൻ കൈയെടുത്തു. സുധ ആർത്തിയോടെ വായ് പിളർന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. വായുവിന് മധുരം തോന്നുന്നുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാ സുധേ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് രസിക്കാൻ. അടുത്ത ചോദ്യം. ചിലങ്കയ്ക്ക് തമിഴ്നാട്ടിൽ എവിടെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? ഇല്ല. സുധ കിതപ്പിനിടയിൽ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് അശോകൻ കുറേ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. ചിലങ്കയുമായി നിങ്ങൾ ഭർത്താവിനോടൊപ്പം കുറേ കാലം അവിടെ താമസിച്ചിട്ടുമുണ്ട്. ആ വകുപ്പിൽ എന്തെങ്കിലും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ, എക്സ്ട്രാ? ഇല്ല. ശരി, നമുക്ക് ഒന്നുകൂടി ശ്വാസം പിടിച്ചു കളിക്കാം. എന്താ? പറഞ്ഞതും ശങ്കർ മന്നൻ വീണ്ടും സുധയുടെ മുഖത്ത് കൈപ്പിടം അമർത്തി. സുധ ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. കൃത്യം 45 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ശങ്കർ മന്നൻ വീണ്ടും കൈയെടുത്തു. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും ഇടവിട്ട് 45 സെക്കൻഡ് വീതമുള്ള 10ഓളം ശ്വാസം മുട്ടിക്കലുകൾ. സുധ തളർന്നു കുഴഞ്ഞു പോയിരുന്നു. കണ്ണുകൾ ചോരനിറമായി. മാർട്ടിനെ. ശങ്കർ മന്നൻ മാർട്ടിൻ ജോസിനെ നോക്കി. കൊല്ലാൻ ഒരുപാട് കൊതിയുള്ള ആളല്ലേ മാർട്ടിൻ? കൊണ്ടുപോയിക്കോ സുധയെ. നാളത്തെ പത്രത്തിൽ തന്നെ വാർത്ത. പിന്നെ ഒരു കാര്യം, ദേഹത്ത് ഒരുപാട് പാടുവരുത്തരുത്. അറിയാമല്ലോ? അറിയാം സാറേ. CI മാർട്ടിൻ ജോസിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. മാർട്ടിൻ ജോസ് മുന്നോട്ട് വന്നു. അപ്പം പിന്നെ പോവാൻ ചേച്ചി. കസേരയിൽ കൂനിക്കൂടിയിരുന്ന സുധയെ മാർട്ടിൻ ജോസ് പൊക്കിയെടുത്ത് ചുമലിലേക്കിട്ടു. പിന്നെ തിരിഞ്ഞ് ദ്രാവിഡമണിയെ നോക്കി. മണിസാർ വരുന്നുണ്ടോ? എന്നാത്തിന്? ദ്രാവിഡമണി ചിരിച്ചു. അതിനുള്ളതൊന്നും ഇല്ല മാർട്ടിനെ, ഇത് താൻ പോയിക്കോ. CI മാർട്ടിൻ ജോസും 2 പോലീസുകാരും പുറത്തേക്ക് നടന്നു. കറുത്ത നിറമുള്ള ഒരു സുമോ വാൻ ഗരാജിന് പിന്നിൽ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ പിൻഡോർ തുറന്ന് സുധയെ പ്ലാറ്റ്ഫോമിലേക്കിട്ടു. ഡോർ അടഞ്ഞു. മാർട്ടിനും പോലീസുകാരും സുമോയിലേക്ക് കയറി. ഇരുട്ടിലേക്ക് സുമോ വാൻ ചീറിപ്പോയി. അരമണിക്കൂർ നേരത്തെ ഓട്ടം. സുധയുടെ വീടിന് മുൻപിൽ സുമോ വാൻ എത്തി നിന്നു. സുധയെയും ചുമന്ന് മാർട്ടിനും കൂട്ടരും വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. സുധയെ കട്ടിലിലേക്കിട്ടു. പിന്നെ ഒറ്റവലിക്ക് സുധ ഉടുത്തിരുന്ന സാരി അഴിച്ചെടുത്തു. പിന്നെ കുരുക്കിട്ടു. സാറേ. സുധ മിഴികൾ തിരിച്ച് മാർട്ടിൻ ജോസിനെ നോക്കി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. സാറേ. സുധ പണിപ്പെട്ട് കൈയെടുത്തു കൂപ്പി. കൊല്ലല്ലേ സാറേ. പേടിക്കേണ്ട. മാർട്ടിൻ ചിരിച്ചു. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാവില്ല. മാർട്ടിൻ സാരിയുടെ അറ്റത്തുണ്ടാക്കിയ കുരുക്ക് സുധയുടെ കഴുത്തിലേക്ക് വെച്ചു. നീ ചത്തെങ്കിലേ ചിലങ്ക തിരിച്ചു വരൂ. അവൾക്ക് നിന്നെ കാണണ്ടേ? സുധയുടെ കഴുത്തിലിട്ട കുരുക്കിൻ്റെ അങ്ങേയറ്റം കഴുക്കോലിൽ മാർട്ടിൻ കുരുക്കി. പിന്നെ വലിച്ചു പൊക്കി. നിലം തൊടാതെ സുധയുടെ ശരീരം പിടച്ചുകൊണ്ടിരുന്നു. 3 മിനിറ്റ്. കൈകാലുകൾ വലിച്ചുകുടഞ്ഞ് സുധ നിശ്ചലയായി. പെരുമാളെ. പിന്നിൽ നിന്ന പോലീസുകാരനെ മാർട്ടിൻ ജോസ് നോക്കി. നല്ല ബലത്തിൽ കെട്ടണം കഴുക്കോലിൽ. സുധാമ്മ ചുമ്മാ കിടന്ന് ആടി കാറ്റുകൊള്ളട്ടെ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മാർട്ടിൻ ജോസ് പുറത്തേക്കിറങ്ങി. പിറ്റേന്നത്തെ പത്രത്തിൽ തന്നെ സുധയുടെ ആത്മഹത്യാ വാർത്തയുണ്ടായിരുന്നു. പാലക്കാട് ജനറൽ ആശുപത്രി മോർച്ചറിയിലായിരുന്നു സുധയുടെ മൃതശരീരം. ആശുപത്രി പരിസരത്ത് മഫ്റ്റിയിൽ 20ഓളം പോലീസുകാരും. അന്ന് ചിലങ്ക വന്നില്ല. പിറ്റേന്നും വന്നില്ല. 3-ാം പക്കം രാവിലെ ഓഫീസിലേക്ക് പോകാൻ SP ടൈഗർ ശങ്കർ മന്നൻ യൂണിഫോം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. ശങ്കർ മന്നൻ ഫോൺ എടുത്തു. യെസ്, ഗുഡ് മോർണിംഗ്. SP ശങ്കർ മന്നൻ. ഗുഡ് മോർണിംഗ്. തൻ്റെ തന്തയ്ക്ക് കൊടുക്കട പട്ടി. മറുവശത്തു നിന്ന് ഒരു പെൺകുട്ടിയുടെ മുരൾച്ച കേട്ടു. ശങ്കർ മന്നൻ പകച്ചുപോയി. ആരാ നീയ? ആരെയാടാ നീയൊക്കെ തിരക്കുന്നത്? അതേ ആൾ, ചിലങ്ക. എടി പുല്ലേ, എവിടാ നീ? ശങ്കർ മന്നൻ ചീറി.
ഞാൻ നിന്റെ മൂക്കിന് താഴെയുണ്ട് ശങ്കരേ. നിന്റെ പാലക്കാട്ട് തന്നെ. എൻ്റെ അമ്മയുടെ ജീവനില്ലാത്ത ശരീരം കാണാൻ ഞാൻ എത്തി. നട്ടിലുള്ള പോലീസുകാരനാണ് നീയെങ്കിൽ എന്നെ പിടിക്കടാ പന്നപ്പട്ടി. പിന്നെ ബാക്കി കേട്ടത് കാതു പുളിച്ചു പോകുന്ന ചീത്തയായിരുന്നു. ചിലങ്ക വന്നിരിക്കുന്നു. ടൈഗർ ശങ്കർ മേനൻ പുറത്തേക്ക് കുതിച്ചു. സിഗ്നൽ ലൈറ്റും സൈറണും ഇട്ട് SP-യുടെ സൈലോ വാൻ റോഡിലേക്ക് തിരിഞ്ഞിറങ്ങി. ചിലങ്ക എങ്ങനെ അമ്മയെ കാണും? അധ്യായം 26. മാറ്റനെ. സൈലോ വാൻ മുൻപോട്ട് നീങ്ങിയപ്പോൾ തന്നെ ടൈഗർ ശങ്കർ മേനൻ തൻ്റെ സൈന്യത്തെ റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അവൾ വരുന്നുണ്ട് ചിലങ്ക. സർ. മറുവശത്തു നിന്ന് മാർട്ടിൻ ജോസിൻ്റെ ശബ്ദം കേട്ടു. എടോ മറ്റവനെ. ശങ്കർ മേനന് ദേഷ്യം വന്നു. ആ പെണ്ണ് അവളുടെ അമ്മയുടെ ശവം കാണാൻ വരുന്നുണ്ടെന്ന്. സർ. സർ എന്ന് പറഞ്ഞ് വടിപോലെ നിൽക്കാതെ പോയി വേണ്ടത് ചെയ്യടോ. സർ. ഞാൻ ജില്ലാ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഗുഡ്. മഫ്റ്റിയിൽ ഞാൻ ഉൾപ്പെടെ 20 പേരുണ്ട് സർ ഇവിടെ. ദാറ്റ്സ് വെരി ഗുഡ്. എടോ, ഈ ആശുപത്രി എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസാ. അവിടെ വെച്ച് ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്താൽ അതൊരു വലിയ വാർത്തയാവും. നിയമപ്രകാരം അവളെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. അറിയാമല്ലോ. ആരും കാണാതെ അവളെ പൊക്കുക. അതിപ്പം ആരും കാണാതെ നമ്മളെങ്ങനെ അവളെ കൊണ്ടുപോകും സാർ? മാർട്ടിൻ ജോസ് അമ്പരന്നു പോയി. തലയിലൂടെ ടാർപ്പയിട്ട്. ശങ്കർ മേനന് ദേഷ്യം വന്നു. ചിക്കൻ കാല് കടിച്ചു പറിക്കാനും ബ്രാൻഡി മാറ്റാനും പിന്നെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനുമുള്ള കഴിവ് മാത്രം പോരടോ. ബുദ്ധിപരമായ നീക്കങ്ങൾക്കുള്ള കഴിവ് കൂടി വേണം. ശങ്കർ മേനൻ ഒന്ന് നിർത്തി. ഏതോ നമ്പറിൽ നിന്നുള്ള കോൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. മാർട്ടിനെ, ആരാണ്ട് വിളിക്കുന്നു. താൻ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരികയാ. ടൈഗർ ശങ്കർ മേനൻ മാർട്ടിൻ ജോസിനെ വിളിച്ച കോൾ കട്ട് ചെയ്തതും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോൾ പാഞ്ഞുകയറി വന്നു. ഒന്ന് സംശയിച്ചിട്ടാണ് ശങ്കർ മേനൻ ഫോൺ കാതോട് ചേർത്തത്. ഹലോ, എവിടെയാടാ നീ? മറുവശത്തു നിന്ന് കത്തുന്ന ചോദ്യം വന്നു. ചിലങ്ക. ടൈഗർ ശങ്കർ മേനൻ ഫോണിലേക്ക് തുറച്ചു നോക്കി. ഫോൺ കാതോട് ചേർത്ത് പിടിക്കടാ. ചിലങ്കയുടെ ശബ്ദം വീണ്ടും കേട്ടു. നീ ജില്ലാ ആശുപത്രിയിലേക്ക് പറക്കുകയാണല്ലേ? 10 മിനിറ്റിനകം ഞാനും അവിടെ എത്തും. കാണട്ടെ നിന്റെ സാമർഥ്യം. എടി, ശങ്കർ മേനൻ അലറി. പോടാ. ഈ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് ടവറ് വെച്ച് എന്നെ അങ്ങ് പിടിക്കാമെന്നായിരിക്കും നീ ഇപ്പോൾ കരുതുന്നത്. അത് നടക്കത്തില്ല ശങ്കരേ. ഈ സിം കാർഡ് ഞാനിപ്പം തന്നെ സ്ക്രാച്ച് ചെയ്ത് റോഡിലെറിയുക. ശങ്കരേ, നീ കടുവയാണെങ്കിൽ ഞാൻ കിടുവയാ. കണ്ടോ കളി? കോൾ കട്ടായി. ചിലങ്കയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് ശങ്കർ മേനൻ ആലോചിച്ചത്. 22 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി, അതും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒന്നും പിൻബലമില്ലാത്തവൾ, ഒരു ജില്ലയുടെ പോലീസ് അധികാരിയോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അവൾക്ക് ഭ്രാന്തല്ലാതെ വേറെന്താണ്? SP-യുടെ വാഹനം ജില്ലാ ആശുപത്രിയുടെ മുറ്റത്തേക്ക് കയറി നിന്നു. CI മാർട്ടിൻ ജോസ് പരതിപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ടൈഗർ ശങ്കർ മേനൻ്റെ മുൻപിലെത്തി നിന്ന് മാർട്ടിൻ ജോസ് സല്യൂട്ട് ചെയ്തു. ആരും വന്നില്ല സർ. ഈ മെയിൻ ഗേറ്റിലൂടെ വരുന്ന ഓരോ പെണ്ണിനെയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. താനത് കൃത്യമായി ചെയ്യുമെന്ന് എനിക്കറിയാം. ശങ്കർ മേനൻ സൈലോയുടെ ഡോർ വലിച്ചടച്ചു. പണ്ടും അതായിരുന്നല്ലോ പണി. വായ്നോട്ടം. ശങ്കർ മേനൻ ഗേറ്റിന് നേരെ തിരിഞ്ഞു. സർ, പിന്നിലെ ഗേറ്റിലും നമ്മുടെ ആളുകളുണ്ട്. ശങ്കർ മേനൻ അമർത്തി മൂളി. അല്ല സാറേ, ഒരു സംശയം. മാർട്ടിൻ ജോസ് പിന്നെയും ശങ്കർ മേനനെ നോക്കി. ഈ ടൗണിലെ കമ്മത്തിൻ്റെ ജ്വല്ലറിന്ന് ചിലങ്കയ്ക്കെതിരെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കിട്ടുമെന്ന് SP വിജയചന്ദ്രൻ സാറ് പറഞ്ഞായിരുന്നല്ലോ. അതുവെച്ച് ചിലങ്കയെ പരസ്യമായി അങ്ങ് അറസ്റ്റ് ചെയ്തുകൂടെ? ആദ്യം കേട്ടപ്പോൾ ഞാനും അതാലോചിച്ചതാ. പക്ഷെ നടക്കത്തില്ല. ശങ്കർ മേനൻ തിരിഞ്ഞു. ആ പെണ്ണിനോട് ഹരം പിടിച്ച ജയമോഹൻ തമ്പി അവൾക്ക് 101 പവൻ സ്വർണം ടൗണിലെ പ്രശസ്തമായൊരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തത്. അതിൻ്റെ ബില്ല് അവളുടെ കയ്യിൽ കണ്ടേക്കും. അതുമാത്രമല്ല, പ്രമുഖ ജ്വല്ലറികൾ വിൽക്കുന്ന ആഭരണങ്ങളിലെല്ലാം ഹാൾമാർക്ക് മുദ്രയ്ക്കൊപ്പം അതാത് ജ്വല്ലറിയുടെ ഒരു അടയാളവും കാണും. അത് കമ്മത്തിൻ്റെ സ്വർണമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. സർ, കമ്മത്തിൻ്റെ കടയെന്ന് ഒരു 101 പവൻ സ്വർണം എടുത്ത് തൊണ്ടിയാക്കിയാൽ പോരെ? അതും ഞാൻ ആലോചിച്ചതാ. കുത്തുകേസിൽ കത്തി മാറ്റുന്നതുപോലെ അത്ര എളുപ്പമല്ല മാട്ടിനെ ഇത്. കമ്മത്തിൻ്റെ കടയിൽ നിന്ന് ചിലങ്ക എപ്പോൾ, എങ്ങനെ, ഏതു സമയത്ത് 101 പവൻ മോഷ്ടിച്ചു എന്ന് കൃത്യമായി നമ്മൾ സ്ഥാപിക്കണ്ടേ? അല്ല സാർ, വിജയചന്ദ്രൻ സാറ് പറഞ്ഞത്. കോപ്പ്. ശങ്കർ മേനന് ദേഷ്യം വന്നു. എടോ, വിജയചന്ദ്രന് അങ്ങനെ പലതും പറയാം. അയാൾ കണ്ണൂർ SP-യാ. നാളെ ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ വിജയചന്ദ്രൻ പറഞ്ഞതിനും എടുത്തതിനും ഒന്നും ഒരു തെളിവും കാണത്തില്ല. പാലക്കാട് എന്തെങ്കിലും നടന്നാൽ അതിന് പാലക്കാട് SP-യാ മറുപടി പറയേണ്ടി വരുന്നത്. അടുത്ത നിമിഷം മൊബൈൽ ഫോൺ ഒന്നുകൂടി എരുമ്പി. ശങ്കർ മേനൻ്റെ ഉള്ളിലൊരു കുടുക്കമുണ്ടായി.
ധൃതിയിൽ അയാൾ ഫോണെടുത്തു. അതും പരിചയമില്ലാത്ത നമ്പർ. ഹലോ. ശങ്കർ മേനൻ ഫോണെടുത്തു. കിടുവായുടെ അടുത്ത് കഴുതപ്പുലിയും നിൽപ്പുണ്ടല്ലോ അല്ലേ? മറുവശത്തു നിന്നും ചിലങ്കയുടെ ചോദ്യം കേട്ടു. ശങ്കർ മേനൻ കിടുങ്ങിപ്പോയി. ചിലങ്ക തന്നെ കാണുന്നുണ്ട്. തൊട്ടടുത്ത് എവിടെയോ അവളുണ്ട്. ഞാൻ എത്തി ശങ്കരെ. എൻ്റെ അമ്മയെയും കണ്ടു. ചിലങ്കയുടെ സ്വരം കൂർത്തു. നിനക്കറിയത്തില്ല ഒരു പെറ്റമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന. അതറിയണമെങ്കിൽ ശങ്കരെ, ആദ്യം സ്വന്തം അമ്മയോട് സ്നേഹം വേണം. പെണ്ണെന്ന് പറയുന്നത് അത് ഏതു പ്രായത്തിലുള്ളതാണെങ്കിലും നോവിച്ച് രസിക്കാനുള്ളതാണെന്ന് കരുതുന്ന നിന്നോട് പെറ്റമ്മയുടെ മാഹാത്മ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ശങ്കരെ? പ്രസംഗം നിർത്തിയിട്ട് മുൻപിലേക്ക് പാടി. ശങ്കർ മേനൻ ചീറി. നിനക്കറിയില്ല ശങ്കരെ, എൻ്റെ അമ്മ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന്. ശാന്തമായിരുന്നു ചിലങ്കയുടെ സ്വരം. ജീവിതത്തിൽ ഏറെക്കാലവും പട്ടിണി കിടന്ന ആളാ എൻ്റെ അമ്മ. അരിച്ചിട്ടി നടത്തിയും ഓരോ ദിവസവും കിലോമീറ്ററുകൾ നടന്ന് ചിട്ടിപ്പിരിവ് നടത്തിയും ഒരു പോറൽ പോലും കൂടാതെ എന്നെ വളർത്തി വലുതാക്കിയതാ എൻ്റെ അമ്മ. അച്ഛൻ മരിച്ചതോടെ മകൾക്ക് കാവൽ നിൽക്കുന്ന ഒരായുധം കൂടിയായി മാറി എൻ്റെ അമ്മ. നിനക്കറിയാമോടാ, 100 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു സാരി എൻ്റെ അമ്മ ഇതുവരെ ഉടുത്തിട്ടില്ല. പക്ഷേ പട്ടിണി കിടന്നും എനിക്ക് വില കൂടിയ ഉടുപ്പുകൾ അവർ വാങ്ങിത്തരുമായിരുന്നു. ആ അമ്മയാ ശങ്കരെ, മോർച്ചറിയിലെ 12-ാം നമ്പർ ടേബിളിൽ തണുത്തുറഞ്ഞു പോയ ഒരു വിറകുകൊള്ളി പോലെ. വിതുമ്പലും രോഷവും കൊണ്ട് ചിലങ്കയുടെ സ്വരം വിറച്ചു. ചിലങ്കയുടെ സംസാരം പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു ശങ്കറിന് താൽപ്പര്യം. ചിലങ്കയെ തിരഞ്ഞ് ആശുപത്രിക്കുള്ളിലേക്കും മോർച്ചറി പരിസരത്തേക്കും ഒക്കെ പോവാൻ മാട്ടനും സംഘത്തിനും ശങ്കർ കൈകൊണ്ട് ആംഗ്യം നൽകിക്കഴിഞ്ഞിരുന്നു. ശങ്കരെ, ചിലങ്ക പതിയെ വിളിച്ചു. വേട്ടക്കാർ എപ്പോഴും വേട്ടയാടി രസിച്ചുകൊണ്ടേയിരിക്കും ശങ്കരെ. ചോര വീണ് കറുത്തുറഞ്ഞു പോയ പടനിലങ്ങളിൽ ഒരു വശത്ത് ചോരയിട്ട് വീഴുന്ന പല്ലും നഖവും ആയുധങ്ങളുമായി നിന്നെപ്പോലെ കുറേ വേട്ടക്കാർ, മറുവശത്ത് മുറിവുകളും വേദനയും വിലാപവുമായി ഞങ്ങളെപ്പോലെ കുറേ ഇരകൾ. നടക്കത്തില്ല ശങ്കരെ. ചിലങ്ക ഒന്ന് നിർത്തി. എൻ്റെ അമ്മയുടെ പാതി തുറന്നിരുന്ന മിഴികളിലൂടെ അമ്മ എന്നെ കണ്ടു. കൈ ഉയർത്തി നെറുകയിൽ വച്ചില്ലെങ്കിലും എന്നെ അനുഗ്രഹിച്ചു. ഒരു പെണ്ണിന് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം ശങ്കരെ. ഇപ്പോൾ നിന്റെ മൂക്കിന് കീഴിൽ വന്ന് എൻ്റെ അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവുക. ഇനിയും ഞാൻ വരും, ഇതുപോലെ പറയാതെ, നീ അറിയാതെ. കോൾ കട്ടായി. മാട്ടൻ ജോസും പോലീസുകാരും കുതിച്ചു വരുന്നുണ്ടായിരുന്നു. കിട്ടിയില്ല സാർ. ശങ്കർ മേനൻ്റെ മുന്നിൽ നിന്ന് അവർ അണച്ചു. കിട്ടിയില്ല. ശങ്കർ മേനൻ പൊട്ടിത്തെറിച്ചു. നാണമില്ലല്ലോടാ, പര. ബാക്കി വന്ന തെറി ശങ്കർ മേനൻ വിഴുങ്ങിക്കളഞ്ഞു. കാക്കി ഊരിവെച്ചിട്ട് പോയി. കാക്കക്കാലിൻ്റെ എണ്ണമെടുക്ക് എല്ലാവനും. മാട്ടിനെ. ശങ്കർ മേനൻ തിരിഞ്ഞു. അവളെ ആശുപത്രിയിൽ തന്നെയുണ്ട്, അതുറപ്പാ. ഗേറ്റിൽ നിന്ന് ഒരു ഹോൺ കേട്ടു. ശങ്കർ മേനൻ തിരിഞ്ഞു. വോക്സ് വാഗണിൻ്റെ ഒരു പഴയ മോഡൽ വാൻ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. വാനിൻ്റെ മുൻവശത്ത് പച്ച നിറമാണ്. ബോഡിയുടെ പാതി മുതൽ പിന്നിലേക്ക് തവിട്ട് നിറവും. ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ ബലൂൺ പറന്നു വരികയാണെന്ന് തോന്നും. ശങ്കർ മേനൻ്റെ മിഴികൾ ഒന്ന് പിടച്ചു. വാൻ വന്ന് ആശുപത്രി മുറ്റത്തെ ചൂളമരത്തിൻ്റെ ചുവട്ടിലായി നിന്നു. വണ്ടിയുടെ ഇരുവശത്തെയും സ്ലൈഡിംഗ് ഡോറുകൾ നിരങ്ങി മാറുന്നത് കണ്ടു. നീളമേറിയ കുപ്പായം അണിഞ്ഞ 2 സ്ത്രീകൾ ഇരുവശത്തുകൂടി പുറത്തേക്കിറങ്ങി. അതിനു പിന്നാലെ വേറെയും 2 പേർ. അതിനു പിന്നാലെ വീണ്ടും. 1.5 മിനിറ്റ് കൊണ്ട് 20ഓളം യുവതികൾ വാനിന് പുറത്തെത്തി. കറുത്ത നീളൻ കുപ്പായം അണിഞ്ഞിരുന്നു എല്ലാവരും. കണ്ണുകളുടെ തിളക്കം മാത്രം കാണാം. 10ഓളം കാർഡ്ബോർഡ് ബോക്സുകൾ അവർ പുറത്തേക്ക് ഇറക്കി വയ്ക്കുന്നത് ശങ്കർ മേനനും കൂട്ടരും കണ്ടു. പോയി തിരക്കടോ, എന്നതാ കോളെന്ന്. ശങ്കർ മേനൻ മാട്ടിനെ നോക്കി. മാട്ടിൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. അടുത്ത നിമിഷം തിരിച്ചു വരികയും ചെയ്തു. സർ, റൊട്ടി കൊടുക്കാൻ വന്നതാണവർ. റൊട്ടി കൊടുക്കാനോ? അതെ, തൃശ്ശൂരിലെ കാരുണ്യ ഫൗണ്ടേഷനിലെ സ്ത്രീകളാണ്. ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന പതിവുണ്ട് അവർക്ക്. എല്ലാ മാസവും ഇവിടെയും വരും. സ്ത്രീകൾ കാർഡ്ബോർഡ് ബോക്സുകളുമായി അകത്തേക്ക് പോകുന്നത് ശങ്കർ മേനൻ കണ്ടു. അവരെ കാത്തിരുന്നതുപോലെ രോഗികളും ബന്ധുക്കളുമായ കുറേ ആളുകളും ചുറ്റും കൂടി. അവർ ബ്രെഡ് പാക്കറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി. ആശുപത്രിയുടെ മുറ്റത്ത് പെട്ടെന്ന് ഒരു തിക്കും തിരക്കുമുണ്ടായി. അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് ശങ്കർ മേനന് മനസ്സിലായി. കറുത്ത വേഷക്കാരും ചിലങ്കയുമായി എന്തോ ബന്ധമുണ്ട്. അടുത്ത നിമിഷം സിഗ്നൽ ലൈറ്റും സൈറണുമിട്ട് ഒരു ആംബുലൻസ് കൂടി ആശുപത്രി മുറ്റത്തേക്ക് കയറി വന്നു. കാഷ്വാലിറ്റിയുടെ മുൻപിലേക്ക് നിന്ന ആംബുലൻസിന് നേരെയും കുറേ പേർ ഓടി. സ്ട്രക്ചറുമായി 2 അറ്റൻഡർമാർ പാഞ്ഞു പോകുന്നത് കണ്ടു. ഹാർട്ട് അറ്റാക്കാ, ആരോ വിളിച്ചു പറയുന്നു. ആശുപത്രിക്ക് അകത്തേക്ക് പോയ സ്ത്രീകൾ വാനിന് നേരെ തിരിച്ചു വരുന്നത് ശങ്കർ മേനൻ കണ്ടു. അയാളുടെ തലച്ചോറും കണ്ണുകളും ജാഗരൂകമായി.
അരനിമിഷം കൊണ്ട് അയാൾ അവരുടെ എണ്ണമെടുത്തു. വാനിൽ നിന്ന് ഇറങ്ങിയത് കറുത്ത കുപ്പായം ധരിച്ച 20 പേർ. പക്ഷേ വാനിലേക്ക് തിരികെ കയറാൻ പോകുന്നത് 21 പേർ. മാർട്ടിനെ, ശങ്കർ മന്നൻ വെട്ടിത്തിരിഞ്ഞു. ആ 21 പേരിൽ ഒരാൾ ചിലങ്കയാ, അതുറപ്പാ. എങ്കിൽ പിന്നെ എല്ലാറ്റിനെയും തടഞ്ഞു നിർത്തി മുഖത്തെ തുണിമാറ്റി നോക്കട്ടെ സാർ. മാർട്ടിൻ ഉത്സാഹത്തിലായി. നിഷേധാർത്ഥത്തിൽ ശങ്കർ മന്നൻ ഒന്ന് തലവെട്ടിച്ചു. എടോ, അത് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വന്ന സ്ത്രീകളാ. അവരെ പോലീസ് തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ രോഗികൾ നമ്മളെ ഇവിടിട്ട് തല്ലും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യും സാറേ? മാർട്ടിൻ ജോസ് വെപ്രാളത്തോടെ ശങ്കർ മന്നനെ നോക്കി. യുവതികൾ ഓരോരുത്തരായി വാനിലേക്ക് കയറുന്നത് ശങ്കറും മാർട്ടിൻ ജോസും കണ്ടു. മാർട്ടിനെ, വണ്ടിയെടുക്ക്. ശങ്കർ മന്നൻ ധൃതിയിൽ തൻ്റെ വാഹനത്തിന് നേരെ തിരിഞ്ഞു. പോലീസുകാരും മിന്നൽ പോലെ ജീപ്പുകളിലേക്ക് കയറി. പർദ്ദയണിഞ്ഞ യുവതികളുമായി വാൻ ആശുപത്രി മറ്റത്ത് വട്ടം തിരിഞ്ഞ് ഗേറ്റിന് നേരെ ഓടി. വാനിൻ്റെ വിൻഡോയിൽ നിന്ന് വെളുത്തു നീണ്ട ഒരു കൈ പുറത്തേക്ക് നീണ്ട് വായുവിൽ ചലിക്കുന്നത് ശങ്കർ മന്നൻ കണ്ടു. ക്വിക്ക്! അയാൾ ഡ്രൈവറെ നോക്കി. അടുത്ത നിമിഷം പടക്കം പൊട്ടുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. ജീപ്പ് ഒരു വശത്തേക്ക് പാളി നിന്നു. വാട്ട് ഹാപ്പൻ? ശങ്കർ മന്നൻ അമ്പരപ്പോടെ ഡ്രൈവറെ നോക്കി. സർ, പഞ്ചർ. ഡാമിറ്റ്! ശങ്കർ മന്നൻ ഡോർ തുറന്ന് ചാടിയിറങ്ങി. പിന്നാലെ വന്ന പോലീസ് ജീപ്പുകളും പാളി നിൽക്കുന്നത് കണ്ടു. CI മാർട്ടിൻ ജോസ് ഓടി വരുന്നുണ്ടായിരുന്നു. സർ, വണ്ടി പഞ്ചറായി. ശങ്കർ മന്നൻ കൈ ചുരുട്ടി ജീപ്പിൻ്റെ ബോണറ്റിൽ ആഞ്ഞൊരിടി ഇടിച്ചു. 4 വണ്ടികളുടെയും 2 ടയർ വീതം പഞ്ചർ. സ്റ്റെപ്പിനി കൊണ്ടും രക്ഷയില്ല. ആശുപത്രി മുറ്റത്തെ തിരക്കിനിടയിൽ ആരോ പോലീസ് വണ്ടികൾക്ക് അള്ളുവെച്ചിരിക്കുന്നു. ആന്റണി! ശങ്കർ മന്നൻ ഫോണെടുത്ത് ട്രാഫിക്കിലേക്ക് വിളിച്ചു. ഒരു വാൻ. അത് നിറയെ കറുത്ത കുപ്പായം ധരിച്ച സ്ത്രീകൾ. ട്രേസ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. ശങ്കർ മന്നൻ ഫോൺ വെച്ചു. ഈ സമയം യുവതികൾ കറുത്ത കുപ്പായം മാറ്റിക്കഴിഞ്ഞിരുന്നു. ജീൻസും ടോപ്പുമായിരുന്നു നീളം കുപ്പായത്തിനുള്ളിലെ അവരുടെ വേഷം. ടാറ്റയുടെ ഒരു മിനി ബസ് റോഡരികിൽ കാത്തുകിടപ്പുണ്ടായിരുന്നു. യുവതികൾ അതിലേക്ക് കയറി. വണ്ടിയുടെ മുന്നിൽ ഒരു വലിയ ബാനർ ഡ്രൈവറും സഹായിയും വലിച്ചുകെട്ടി. സ്റ്റഡി ടൂർ, സെന്റ് തെരേസാസ് കോളേജ്, എറണാകുളം. വാൻ പതിയെ തിരിഞ്ഞ് തിരക്കിനിടയിലേക്കിറങ്ങി. രാത്രി. പഞ്ഞിപ്പാറയുടെ തൊട്ടുമുകളിലായിരുന്നു ആകാശം. കൈയൊന്നെത്തിച്ചാൽ ചന്ദ്രനിൽ നിന്ന് കുറച്ച് നിലാവ് കോരിയെടുക്കാം എന്ന് തോന്നും. 2 വാനുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. 10 യുവതികളും 8 പുരുഷന്മാരും. പാറയുടെ മീതെ ഒരു ഭദ്രകാളി വിഗ്രഹമുണ്ടായിരുന്നു. അതിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് ചിലങ്ക പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീർ കുതിച്ചൊഴുകുന്നു. പാറയുടെ മീതെ കിടക്കുന്ന വാനിനു മുൻപിലായി തറയിൽ വിരിച്ച പുൽപ്പായയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. താഴെ നിന്ന് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. കുന്നുകയറി വന്നത് ഒരു ജീപ്പായിരുന്നു. മിഴികൾ തുടച്ച് ചിലങ്ക തിരിഞ്ഞു. ജീപ്പിൽ നിന്ന് ആദ്യമിറങ്ങിയത് ചന്ദ്രമൗലിയുടെ സുഹൃത്തായ ദേവരാജനായിരുന്നു. പിന്നാലെ ഇറങ്ങിയവരെ കണ്ട് ചിലങ്കയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഉമാശങ്കരിയും പവിത്രജ്വാലയും, ചന്ദ്രമൗലിയുടെ അമ്മയും സഹോദരിയും. തറയിലിരുന്നിരുന്ന ചെറുപ്പക്കാരൻ പതിയെ എണീറ്റു. പിന്നെ ഉമാശങ്കരിയുടെയും പവിത്രജ്വാലയുടെയും നേരെ ചെന്നു. 2 പേരെയും നോക്കി അയാൾ സ്നേഹത്തോടെ കൈകൂപ്പി. അമ്മേ, ഞാൻ ആസാദ് അബ്ദുൽ കലാം. പൂപ്പതി രാമണ്ണയുടെ മകൾ ശരണ്യയെ വിവാഹം കഴിച്ച ആസാദ്. കുറച്ചുകാലം മുൻപ് കോയമ്പത്തൂർ ഹൈവേയിൽ വെച്ച് അമ്മയുടെ മകൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ മൗലിക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ അള്ളാഹു എനിക്ക് അവസരം തന്നു. തിരിഞ്ഞ് തൻ്റെ പിന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ആസാദ് അബ്ദുൽ കലാം നോക്കി. അമ്മേ, പേടിക്കണ്ട. തൊടില്ല നിങ്ങളെ ഇനിയാരും. ഇത്തവണ കളിക്കുന്നത് മലപ്പുറം ടീമാ. അധ്യായം 27. അമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു ഉമാശങ്കരിയും പവിത്രജ്വാലയും. ആസാദ് അബ്ദുൽ കലാം പതിയെ തിരിഞ്ഞു. അന്ന് കോയമ്പത്തൂർ ഹൈവേയിൽ വെച്ച് ചന്ദ്രമൗലിയുടെ മുൻപിൽ ചെന്നു പെട്ടതുകൊണ്ടാ ഞാനിന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. അന്ന് മൗലി എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. മൗലിക്ക് തിരിച്ചൊന്നും വേണ്ട. പക്ഷേ എന്നെങ്കിലും എവിടെങ്കിലും വെച്ച് ആരെങ്കിലും സഹായത്തിന് ആരുമില്ലാതെ കരയുന്നത് കണ്ടാൽ ഒരു കൈ നീട്ടിക്കൊടുക്കണമെന്ന്, ആ കണ്ണീർ തുടയ്ക്കണമെന്ന്. കരയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ. ആസാദ് അബ്ദുൽ കലാം ഒന്ന് നിർത്തി. ഇവിടിപ്പോൾ കരയുന്നത് മൗലിയുടെ അമ്മയും പെങ്ങളും സ്വന്തം പെൺകുട്ടിയുമാ. ഇനി നിങ്ങളെ തൊടില്ല ഒരാളും. ആസാദിൻ്റെ സ്വരമുറച്ചു. ഞങ്ങളുടെ ജീവൻ കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കും നിങ്ങളെ. തിരിഞ്ഞ് തൻ്റെ പിന്നിൽ നിൽക്കുന്ന യുവാക്കളെയും യുവതികളെയും ആസാദ് നോക്കി. ഇതിപ്പോൾ 20 പേർ അടങ്ങുന്ന ഒരു ടീമാണ്. കൃഷ്ണ, ദുർഗ, മുബീന, നസ്രിയ, ആൻമരിയ, ജാവേദ്, ശ്രീറാം, ജോമോൻ, അങ്ങനെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾ. ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ക്വിക്ക് റിയാക്ഷൻ ടീമുണ്ടാക്കി.
ചന്ദ്രമൗലിക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും വേണ്ടി, സഹോദരിമാർക്കു വേണ്ടി, അമ്മമാർക്കു വേണ്ടി. ആസാദ് വെട്ടിത്തിരിഞ്ഞു. ചന്ദ്രമൗലിയെ ശത്രുക്കൾ കെണിവെച്ച് പിടിച്ച അന്നു മുതൽ ഞങ്ങളെല്ലാം മുതലമടയിലുണ്ടായിരുന്നു. മൗലിയെ കൊണ്ടുപോയ പോലീസ് സംഘത്തിന് പിന്നാലെ തിരുമൂർത്തി കുന്നുകളിലേക്കും പോയി. പക്ഷേ മൗലിയെ രക്ഷിക്കാനായില്ല. ആസാദിൻ്റെ സ്വരം നേർത്തു. അമ്മമാരുടെ കണ്ണുനീർ വീഴേണ്ട നാടല്ല ഇത്. പെൺകുട്ടികളുടെ മാനം പരസ്യമായി ലേലവിപണിയിൽ വെക്കേണ്ട നാടുമല്ല. അന്തസ്സായി ജീവിക്കുക എന്നത് ഏതൊരു പെണ്ണിൻ്റെയും അവകാശമാണ്, അല്ലാതെ ഒരു നെറുകെട്ടവൻ്റെയും ഔദാര്യമല്ല. ആസാദ് പതിയെ തിരിഞ്ഞു. ജയമോഹൻ തമ്പിയെ കുത്തിവീഴ്ത്തി രക്ഷപ്പെട്ട ചിലങ്കയെ ഹൈവേയിൽ പിന്തുടർന്ന് ഒപ്പം കൂട്ടുകയായിരുന്നു ഞങ്ങൾ. മൗലിയുടെ പെണ്ണിൻ്റെ മാനത്തിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല, ഇനി പറ്റത്തുമില്ല. ആസാദ് തിരിഞ്ഞ് ചിലങ്കയുടെയും പവിത്രജ്വാലയുടെയും നേരെ വന്നു. നിങ്ങളായിരിക്കണം ഈ ടീമിനെ നയിക്കേണ്ടത്. നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെ എന്തു ചെയ്യണമെന്ന്. ചിലങ്കയുടെ മിഴികൾ ഒന്നു മിന്നി. പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു പട്ടിയും, അത് ഏതു പ്രായത്തിലുള്ളവനാണെങ്കിലും, ഇനി കരുണയില്ല. ഓടുന്ന ബസ്സിൽ പിച്ചി ചീന്തി പുറത്തേക്കെറിയാനുള്ളതല്ല ഒരു പെണ്ണിൻ്റെയും മാനം. ചിലങ്ക വെട്ടിത്തിരിഞ്ഞു. പണി കൊടുക്കും ഓരോരുത്തനും. സ്കെച്ച് ചെയ്ത് പെണ്ണിനെ ചീത്ത പറയുന്ന തന്തയ്ക്ക് പിറക്കാത്തവന്മാരുടെ നാവ് മുറിച്ച് നാക്കിലയിൽ വെച്ച് തന്തയുടെയും തള്ളയുടെയും മുൻപിലിട്ടുകൊടുക്കും. പെണ്ണിന് നേരെ ഉയരുന്ന കൈവെട്ടും. അവളുടെ ജീവിതം ചതച്ചു കളയുന്നവൻ ഇനി ജീവിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. മോളെ, ഉമാശങ്കരി ചിലങ്കയെ കെട്ടിപ്പിടിച്ചു തേങ്ങി. എന്തൊക്കെയാ കുട്ടി നീ ഈ പറയുന്നത്? എൻ്റെ മൗലിക്ക് വേണ്ടി ജീവിക്കാൻ കൊതിച്ച പെണ്ണ ഞാൻ. സീമന്തരേഖയിൽ ഒരു നുള്ളു കുങ്കുമവും കഴുത്തിലൊരു പണവിട പൊന്നുമായി. പക്ഷേ മൗലിയില്ലാത്ത ലോകത്ത് എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പ്രതികാരം. ശത്രുക്കളുടെ തല അറുത്തുമാറ്റിയാൽ മാത്രം ഒരൽപ്പം അടങ്ങിയേക്കും മനസ്സിലെ പകയുടെ ചൂട്. ചിലങ്കയുടെ കണ്ണുകളിൽ നീർപ്പോളയ്ക്ക് പകരം തീയായിരുന്നു. ദുശാസനൻ്റെ ഹൃദയം പിളർന്ന ചോര കയ്യിൽ പുരട്ടി മാത്രമേ ഇനി അഴിച്ചിട്ട മുടി കെട്ടുവെന്നു പറഞ്ഞ ദ്രൗപദിയെപ്പോലെ ചോര വീഴ്ത്തും അമ്മേ ഞാൻ. ചോര കൊണ്ടു തന്നെ പകരം വീട്ടും. ആക്രമണമാണ് മികച്ച പ്രതിരോധം. അക്കച്ചി, പവിത്രജ്വാല ചിലങ്കയെ ചേർത്ത് പിടിച്ചു. ഞാനുണ്ട് കൂടെ. ശ്രീറാം, ആസാദ് ഉറക്കെ വിളിച്ചു. നമ്മുടെ ലിസ്റ്റ്, അതായത് ചിലങ്കയുടെയും പവിത്രജ്വാലയുടെയും ശത്രുക്കളുടെ ലിസ്റ്റ് ഒന്ന് ഉറക്കെ വായിച്ചേ. നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് തൊട്ട ഒരു ചെറുപ്പക്കാരൻ തോഷിബയുടെ ഒരു ലാപ്ടോപ്പ് ജീപ്പിൻ്റെ ബോണറ്റിനു മീതയ്ക്ക് തുറന്നു വെച്ചു. പിന്നെ ഉറക്കെ വായിച്ചു. ടാർഗറ്റ് നമ്പർ 1 ജയമോഹൻ തമ്പി, അബ്കാരി, റിയൽ എസ്റ്റേറ്റ് ഡോൺ. കണക്കിൽ പറയുന്ന ആസ്തി 40 കോടി. വാഹനങ്ങൾ 8. ഭാര്യയുടെ പേര് സുപ്രിയ. മക്കളില്ല. ഇപ്പോൾ ചിലങ്കയുടെ കുത്തേറ്റ് സിറ്റി ഹോസ്പിറ്റലിൽ. മരിച്ചിട്ടില്ല. ജീവിതത്തിലേക്ക് തിരിച്ചുവരും. പെൺകുട്ടികളെന്നാൽ ഭ്രാന്താണ് ജയമോഹന്. ചവച്ചുതുപ്പിയും കൊന്നുകളഞ്ഞതുമായി 20-ലേറെ പെൺകുട്ടികൾ. പുറത്തറിയാത്തത് അതിൻ്റെ 4 ഇരട്ടി കണക്കാവും. ടാർഗറ്റ് നമ്പർ 2 SP വിജയചന്ദ്രൻ. പെൺവിഷയം തന്നെ മുഖ്യം. ലോക്കപ്പിൽ 3-ാം മുറ കൊണ്ട് ആളുകളെ കൊന്നു രസിക്കുന്ന ആൾ. ബിനാമി പേരിൽ ഏക്കർ കണക്കിന് തോട്ടങ്ങളും ബസ് സർവീസുകളും. ഭാര്യയുടെ പേര് സുചിത്ര. മക്കളില്ല. മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധം. കവളിലിപ്പോൾ 16 കുത്തിക്കെട്ട്. പവിത്രജ്വാല വക. നെക്സ്റ്റ് SP ടൈഗർ ശങ്കർ മന്നൻ. പെണ്ണുങ്ങളെ കടുവയെപ്പോലെ വേട്ടയാടും. ഭാര്യയുടെ പേര് അരുന്ധതി ചെട്ടിയാർ. കോയമ്പത്തൂർ സെറ്റിൽഡ്. 2 പെൺമക്കൾ. പക്ഷേ മന്നൻ്റെ പെണ്ണുപിടുത്തത്തിന് ഒരു കുറവുമില്ല. ജയമോഹൻ തമ്പിയെ ചിലങ്ക കുത്തുവീഴ്ത്തിയത് ശങ്കർ മന്നൻ്റെ കോയമ്പത്തൂർ ഫാമിൽ വെച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് CI മാർട്ടിൻ ജോസ്. പത്തനംതിട്ടക്കാരനാണ്. ഇപ്പോൾ എറണാകുളം സെറ്റിൽഡ്. മനുഷ്യൻ്റെ രൂപവും പിശാചിൻ്റെ മനസ്സും. വീട്ടിൽ വേലയ്ക്ക് നിന്ന 13-കാരി പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസ് കോടതിയിലെത്തിയില്ല. ആ കുട്ടിയെ തന്നെ ടൈഗർ ശങ്കർ മന്നനെ പോലുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചവെച്ച് കേസിൽ നിന്ന് ഊരി. പെൺകുട്ടി കഴിഞ്ഞ വർഷം മരിച്ചു. 150ഓളം പാരസെറ്റമോൾ ഗുളികകൾ ഉള്ളിൽ ചെന്നായിരുന്നു മരണം. ആരും കരഞ്ഞില്ല, ആരും അന്വേഷിച്ചുമില്ല. ഭാര്യയുടെ പേര് സിസിലി, പാലക്കാരിയ. ഓക്കെ, നെക്സ്റ്റ് പൂപ്പതി രാമണ്ണയുടെ മക്കൾ കാർത്തികേയനും വീരബാഹുവും. ഓ, എൻ്റെ അളിയന്മാർ. ആസാദ് ചിരിച്ചു. മുതലമടയിലെ യുവരാജാക്കന്മാരാ. സ്പിരിറ്റ് ലോബിയിലെ രാജാക്കന്മാർ. മെയിൻ സബ്ജക്റ്റ് പെണ്ണുപിടുത്തം തന്നെ. ശ്രീറാം തിരിഞ്ഞു. ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റ്. താഴേക്കുണ്ട് വേറെയും. അത് നമുക്ക് ഫില്ല് ചെയ്തു പോവാം. ആസാദ് തിരിഞ്ഞു. പിന്നെ മെയിൻ ലിസ്റ്റിൽ ഒരാളുടെ പേരുകൂടി ചേർക്കാൻ ശരണ്യ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുടെയുമല്ല, അവളുടെ അച്ഛൻ്റെ.
ഭൂപതി രാമണ്ണയുടെ മനുഷ്യൻ്റെ ജീവനും മാനത്തിനും വിലയിടാത്ത ഒരു തന്തയെ അവൾക്ക് വേണ്ടെന്ന്. ആസാദ് തിരിഞ്ഞ് ചിലങ്കയെ നോക്കി. ചിലങ്കയ്ക്ക് ഒപ്പമുണ്ടാവും എൻ്റെ ആളുകൾ. എ ഹൈടെക് ഗ്രൂപ്പ്. കേരളത്തിന് പുറത്തു നിന്നാൽ മതി നിങ്ങൾ. അതിർത്തികൾ കേന്ദ്രീകരിച്ച് തൽക്കാലം ഉദുമൽപേട്ടയ്ക്കടുത്തും ബോഡിനായ്ക്കന്നൂരിലും ഓരോ ഹൈഡ് ഔട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ആക്രമണങ്ങളുടെ രീതി എന്തായിരിക്കണമെന്ന് ആലോചിക്കണം. ആരും ഒറ്റയ്ക്ക് ചെന്ന് തലവെച്ചു കൊടുക്കരുത് ഒരിടത്തും. ശത്രുവിനെ അവൻ്റെ മടയിൽ കയറി ആക്രമിക്കണം. പല്ല് ഞെരിച്ചുകൊണ്ട് ചിലങ്ക തിരിഞ്ഞു. എങ്കിലേ ഒന്ന് ഭയക്കൂ എല്ലാവരും. പക്ഷേ പിഴയ്ക്കരുത്. ഇല്ല, പിഴയ്ക്കില്ല. ചിലങ്കയുടെ സ്വരം ഉറച്ചതായിരുന്നു. എനിക്കുറപ്പുണ്ട്. എൻ്റെയും പവിത്രജ്വാലയുടെയും പിന്നെ ഈ പെൺകുട്ടികളുടെയും നേതൃത്വത്തിൽ തുടങ്ങിവെക്കുന്ന പ്രതികാരത്തിൻ്റെ ഈ റിയാക്ഷൻ ടീം കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും പ്രചോദനമാവും. അമ്മമാർക്ക് കരുത്താവും. നമ്മുടെ നന്മയുള്ള ആങ്ങളമാർക്ക് സന്തോഷമാവും. അവരും നിൽക്കും നമ്മുടെ കൂടെ. എവിടെ സിസ്റ്റം പരാജയപ്പെടുന്നുവോ അവിടെ മനുഷ്യൻ സ്വയം ഒരു കോടതിയും ആയുധവുമായി മാറുകയാണ്. ഇങ്ങനെ ചിലത് ചെയ്തില്ലെങ്കിൽ പട്ടപ്പകൽ പോലും ഒരു പെണ്ണും സുരക്ഷിതരല്ലാത്ത അവസ്ഥ വരും ഇവിടെ. പണവും സ്വാധീനവുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം, ആരുടെ മാനവും നശിപ്പിക്കാം. കണ്ണുനീരിൻ്റെയും ചോരയുടെയും വില അറിയണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ ചോര പൊടിയണം. ആരാ ചിലങ്കയുടെ മനസ്സിൽ? ആസാദ് ചിലങ്കയുടെ കണ്ണുകളിലേക്ക് നോക്കി. പറയാം. ചിലങ്കയുടെ ഇമകളൊന്ന് ചിമ്മിയടഞ്ഞു. കപ്പലിന് തീ പിടിച്ചാൽ അതാദ്യം അറിയേണ്ടത് എലികളല്ലേ? പഞ്ഞിപ്പാറയ്ക്ക് മുകളിൽ ഭയാനകമായ ഇരമ്പലോടെ ഒരു കാറ്റു വീശി. ചെളിക്കട്ടകൾ അരിഞ്ഞെറിഞ്ഞുകൊണ്ട് CI മാർട്ടിൻ ജോസിന്റെ ജീപ്പ് ഭൂപതി ബംഗ്ലാവിന്റെ മുൻപിലേക്ക് വന്നു നിന്നു. ഭൂപതി രാമണ്ണ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. സാറേ നമസ്കാരം. മാർട്ടിൻ ചിരിച്ചു. ഭൂപതി രാമണ്ണ കവൾ കൂട്ടി ഒന്ന് ചിരിച്ചു. ഞാൻ പറയാൻ പോകുന്ന വാർത്ത കേട്ടാൽ ഈ ചിരി ചിലപ്പം അങ്ങ് മായും. എന്നതാ സാറേ? തിരുമൂർത്തി ഹിൽസിലെ ചക്കിലയ കോളനികളിൽ എനിക്ക് ചില കണക്ഷൻസ് ഉണ്ട്. അവിടെ നിന്നുള്ള ചില മിടുക്കന്മാർ നമ്മുടെ സ്പിരിറ്റ് വണ്ടികൾ ഓടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടിയ വിവരമാ. സാറ് പറ. കുറച്ചു വാഹനങ്ങളും കണ്ടാൽ മല്ലന്മാരെ പോലെ തോന്നിക്കുന്ന കുറേ പേരും കരയിലും വെള്ളത്തിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തുണ്ടായിരുന്നുവെന്ന്. അതിന് നമുക്കെന്താ സാറേ? അവരിൽ ചിലർ മലയാളവും പറയുന്നുണ്ടായിരുന്നുവെന്ന്. അതിനും നമുക്കെന്താ സാറേ? ഞാൻ കരുതുന്നത് ചന്ദ്രമൗലിയുടെ ആളുകൾ. മുൻപിൽ നിൽക്കുന്നത് ഭൂപതി രാമണ്ണയാണെന്ന് മറന്ന് മാർട്ടിൻ ജോസ് പൊട്ടിച്ചിരിച്ചുപോയി. സാറേ, ചത്തുപോയ ചന്ദ്രമൗലിക്ക് എവിടുന്ന അംഗരക്ഷകരും ഗുണ്ടാസംഘവും? അവൻ്റെ അമ്മയും പെങ്ങളും. അവരും ഒടുങ്ങി. ഓക്കെ ചിലങ്ക, അവളെ ഉടൻ കിട്ടും. കിട്ടട്ടെ. ഭൂപതി രാമണ്ണ തിരിഞ്ഞു. ഒരു ചൂട് വച്ചിട്ട് അയാൾ തലതിരിച്ച് മാർട്ടിനെ നോക്കി. പഴയ തലച്ചോറ എൻ്റേത്. ചില കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. CI മാർട്ടിൻ ജോസ് ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ ജീപ്പിലേക്ക് കയറി. ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് CI മാർട്ടിൻ ജോസിന്റെ ജീപ്പ് പാഞ്ഞു വന്നു. മുനിയാണ്ടി വളവ് തിരിഞ്ഞതും ഫോൺ ഇരമ്പി. മാർട്ടിൻ ജോസ് ഫോൺ എടുത്തു. SP ടൈഗർ ശങ്കർ മന്നൻ. സർ. മാർട്ടിൻ ധൃതിയിൽ ഫോൺ കാതോട് ചേർത്തു. എവിടാ മാർട്ടിനെ താൻ? സർ, ഞാൻ മാർട്ടിൻ ജോസ് വിക്കി. വേലന്താവളം വരെ. എവിടാ? ലോറിക്കാരി അക്കൻ്റെ വീട്ടിലേക്കാണോ? അല്ല സാറേ, അവിടെ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ. പിന്നെ? ടൈഗർ ശങ്കർ മന്നൻ തിമട്ടി. കേരളം മുഴുവൻ കുഞ്ഞമ്മമാരല്ലേ? പത്തനംതിട്ടക്കാരൻ മാർട്ടിന്. പോയിട്ട് വാ. ഒരുപാടങ്ങ് ക്ഷീണിച്ച് കിടന്നുറങ്ങിയേക്കരുത്. രാവിലെ ഷാർപ്പ് 10 മണിക്ക് എൻ്റെ മുൻപിൽ കണ്ടിരിക്കണം. സർ. മാർട്ടിൻ ഫോൺ വെച്ചു. വണ്ടി വേലന്താവളം റോഡിലേക്ക് തിരിഞ്ഞു. റോഡ് നിറഞ്ഞ് 20ഓളം ആളുകൾ വരുന്നുണ്ടായിരുന്നു. മുൻപിൽ വരുന്നത് 8ഓളം പെൺകുട്ടികൾ. ഈ മക്കള് നട്ടപ്പാതിരയ്ക്ക് എവിടെ പോവുക? മാർട്ടിൻ ജോസിന്റെ നെറ്റി ചുളിഞ്ഞു. പോലീസ് ജീപ്പ് കണ്ടിട്ടും വന്നവർക്ക് കൂസലുണ്ടായില്ല. റോഡ് നിറഞ്ഞു തന്നെ അവർ നിന്നു. മാർട്ടിൻ ജോസ് ജീപ്പ് നിർത്തി. പിന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് തല പുറത്തേക്കിട്ടു. നിന്റെയൊക്കെ തന്തയുടെ വകയാണോടാ റോഡ്? നിന്റെ തന്തയുടെ വകയും അല്ലടാ. ആൾക്കൂട്ടത്തിൽ നിന്ന് എടുത്തടിച്ചതുപോലെ മറുപടി വന്നു. മറുപടി പറഞ്ഞയാൾ അടുത്ത നിമിഷം വെളിച്ചത്തിലേക്ക് വന്നു. മാർട്ടിൻ ജോസ് കിടുങ്ങിപ്പോയി. ചിലങ്ക. എടി നീ, യു ആർ അണ്ടർ അറസ്റ്റ്. പോട പുല്ലേ, ചിരിപ്പിക്കാതെ. ചിലങ്ക ഒരു കാലെടുത്ത് ജീപ്പിന്റെ ഫുഡ് റെസ്റ്റിലേക്ക് കുത്തി. പിന്നെ മിന്നൽ വേഗത്തിൽ സ്വിച്ച് കീ ഊരിയെടുത്തു പിന്നിലേക്കെറിഞ്ഞു. പവിത്രജ്വാല അത് വായുവിൽ നിന്ന് പിടിച്ചെടുത്തു. മാർട്ടിനെ. സാറേ, വണ്ടിയിൽ നിന്നിറങ്ങിക്കോ, അല്ലെങ്കിൽ ജീപ്പിന്റെ ചില്ല് വീണ് മുഖം മുറിയും. ചിലങ്ക മാർട്ടിനെ നോക്കി. അതിന് ജീപ്പിന്റെ ചില്ല് പൊട്ടിയിട്ടില്ലല്ലോ. മാർട്ടിൻ തലചരിച്ച് ചിലങ്കയെ നോക്കി.
പൊട്ടാൻ പോവുമല്ലേ? ചിലങ്ക പറഞ്ഞു തീരും മുൻപ് ഒരു ഇരുമ്പുവടി വന്ന് ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ വീണു. മാർട്ടിൻ അലറിപ്പോയി. ചില്ല് തെറിച്ചു വീണ് ഇടതു കണ്ണിന് താഴെ ഒരു മുറിവുണ്ടായി. മാർട്ടിന്റെ ഫോൺ അടുത്ത നിമിഷം ഇരുമ്പി. ചിലങ്ക കൈനീട്ടി ഫോൺ എടുത്തു. കോളിംഗ് ഹോം എന്ന ഡിസ്പ്ലേയിൽ കണ്ടു. മാർട്ടിന്റെ വീട്ടിൽ നിന്ന്. തൽക്കാലം ഞാൻ എടുക്കാം. ചിലങ്ക ഫോൺ കാതോട് ചേർത്തു. അച്ചായ എവിടാ? മാർട്ടിന്റെ ഭാര്യയുടെ ചോദ്യം കേട്ടു. പാലാക്കാരി സിസിലിയാണോടി? ചിലങ്ക ഈണത്തിൽ തിരിച്ചു ചോദിച്ചു. അതെ, ആരാ? മറുവശത്തു നിന്ന് പരിഭ്രമം നിറഞ്ഞ മറുചോദ്യം വന്നു. ഞാൻ നിന്റെ അച്ചായന്റെ മേലുദ്യോഗസ്ഥയാണടി കൂവേ. ഞങ്ങളൊരു സീരിയസ് ഡിസ്കഷനില്ല. നീ ഒരു കാര്യം ചെയ്യ്. വെള്ളം മത്തിച്ചാറും പന്നി ഒലത്തിയതും കൂട്ടി ചോറുണ്ട്. കർത്താവിന് നല്ല നീളത്തിൽ ഒരു കുരിശും വരച്ച് കിടന്നുറങ്ങിക്കോ. ചിലങ്ക കോൾ കട്ട് ചെയ്തു. എടി പന്ന മോളെ. മാർട്ടിൻ ചീത്ത പറഞ്ഞതും ചിലങ്ക കൈ ചുരുട്ടി ഒറ്റ ഇടിയിടിച്ചതും ഒന്നിച്ചായിരുന്നു. വായ് പിളർന്നുപോയ മാർട്ടിന്റെ നാവ് ഒരു ചെറിയ ചവണ കൊണ്ട് പവിത്രജാല വലിച്ചു പിടിച്ചു. ശ്രീറാം, ചിലങ്ക വിളിച്ചു. കുങ്കുമപ്പൊട്ട് തൊട്ട ചെറുപ്പക്കാരൻ മുൻപോട്ട് വന്നു. പെൺകുട്ടികളെ ചീത്ത മാത്രം പറയുന്ന നാവ. ശ്രീറാമന്റെ കയ്യിൽ ഒരു വലിയ സ്റ്റേപ്പിളർ ഉണ്ടായിരുന്നു. ഒരു 4 പിന്ന് അടിച്ചേക്ക്. ചിലങ്ക ശ്രീറാമനെ നോക്കി. പേപ്പർ പിൻ ചെയ്യുന്നത് പോലെ ശ്രീറാം മാർട്ടിന്റെ നാക്കിൽ തുരുതുര 4-5 പിന്നടിച്ചു. മാർട്ടിന്റെ തൊണ്ടക്കുഴിയിൽ നിന്നാണ് അലർച്ചയും ചോരയും വന്നത്. റോഡിലേക്ക് ഒരു വാൻ കൂടി വന്നു നിന്നു. അധ്യായം 28. മാമ്പഴത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള പൂപ്പതി ഗസ്റ്റ് ഹൗസിലായിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ട് ടൈഗർ ശങ്കർ മനൻ. എതിരെ കണ്ണൂർ SP വിജയചന്ദ്രനും പൂപ്പതി രാമണ്ണയുടെ മക്കളായ കാർത്തികേയനും വീരബാഹുവും. അരമണിക്കൂർ മുൻപാണ് ടൈഗർ ശങ്കർ മനന് വിവരം കിട്ടിയത്. CI മാർട്ടിൻ ജോസിനെ കാണാനില്ല. പോലീസ് ജീപ്പ് വേലന്താവളത്തിലേക്കുള്ള റോഡിൽ നിന്ന് കിട്ടി. എന്തെങ്കിലും കെണിയായിരിക്കുമോ ശങ്കരേ ഇത്? SP വിജയചന്ദ്രൻ ശങ്കർ മനനെ നോക്കി. എന്ത് കെണി? ആര് വയ്ക്കാൻ? അങ്ങനെ പറഞ്ഞെങ്കിലും ശങ്കർ മനന്റെയും ഉള്ളിൽ ഒരു നടുക്കം കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എവിടെയോ അദൃശ്യനായ ഒരു എതിരാളി. ചിലങ്കയെ പിന്തുണയ്ക്കാൻ ഒരു സംഘം. വേലന്താവളത്തിൽ മാർട്ടിൻ ജോസിന് ഒരു സെറ്റപ്പുണ്ട്. ശങ്കർ മനൻ എല്ലാവരെയും നോക്കി. വണ്ടിത്താവളത്തിലേക്കുള്ള വഴിയരികിൽ പലചരക്ക് കട നടത്തുന്ന ഒരു അമുദം. വളരെ ചെറുപ്പത്തിലെ ഓടിത്തുടങ്ങിയ വണ്ടിയാ. ഇപ്പം പ്രായം 50-നടുത്തായി. പക്ഷേ ചെറിയ പിള്ളേരുമായ അക്കൻ്റെ സൗഹൃദം. കടയുടെ മുൻപിൽ ഒരു തടി ബെഞ്ചുണ്ട്. അതിലെപ്പോഴും കാണും ഭൂലോക വായനോക്കികളായ 4-5 പേർ. പ്രായഭേദമന്യേ. ഇന്നലെ ജനിച്ചു വീണ കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് പോലും അമുദം അഭിഖ്യാതി പറഞ്ഞു കളയും. ലോറിക്കാർക്ക് കഞ്ചാവ് വിറ്റതിന് 8-10 കേസുമുണ്ട് അമുദത്തിൻ്റെ പേരിൽ. ഇവരുമായും ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പെമ്പിള്ളേരുമായും ഒക്കെ നല്ല ബന്ധമാ മാർട്ടിന്. വേറൊരു കാര്യം, അവിടൊന്നും വെച്ച് മാർട്ടിനെതിരെ ഒരു കെണിയൊരുക്കാൻ ആർക്കും പറ്റത്തില്ലെന്നതാ. കെണി അതിനു മുൻപാണെങ്കിലോ? പൂപ്പതി രാമണ്ണ ശങ്കർ മനനെ തുറച്ചു നോക്കി. എൻ്റെ മക്കൾ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്നേ ഞാൻ പറയൂ. രാമണ്ണ പതിയെ എണീറ്റു. നിങ്ങൾ ചെയ്തതെല്ലാം കൃത്യമായിരുന്നു എന്ന ധാരണയില നിങ്ങൾ. അമരാവതി പുഴയിൽ നിന്ന് തലയില്ലാത്ത ഒരു ശവം കിട്ടി. അത് ചന്ദ്രമൗലിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. അത് കുഴിച്ചിട്ടതോടെ ഇനി ഈ ഭൂമിയിൽ ശത്രുക്കളില്ലെന്നും ഉറപ്പിച്ചു. ഞങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു തന്നെ. SP വിജയചന്ദ്രൻ അമ്പരപ്പോടെ രാമണ്ണയെ നോക്കി. നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. രാമണ്ണ 2 കൈകളും പിന്നിൽ കെട്ടിത്തിരിഞ്ഞു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ചന്ദ്രമൗലി മരിച്ചുവെന്ന്. അപ്പോ ശവം? ഒരു ശവം കിട്ടാൻ ആരെങ്കിലും ചത്താൽ മതിയല്ലോ. ശാസ്ത്രീയമായി തെളിയിച്ചോ നിങ്ങൾ മുതല തിന്നത് ചന്ദ്രമൗലിയെയാണെന്ന്? അതിപ്പോ? ശങ്കർ മനൻ വിക്കി. ഞാൻ പറഞ്ഞു തരാമായിരുന്നു ശങ്കരെ, അതിനുള്ള മാർഗങ്ങൾ. ചുമ്മാ സിമ്പിൾ. പൂപ്പതി രാമണ്ണയുടെ മിഴികൾ കുറുകി. കഴിഞ്ഞ മാസം മുതലമടയിൽ ആധാർ കാർഡിനു വേണ്ടി എല്ലാവരുടെയും വിരലടയാളങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ഫിംഗർ പ്രിൻറ്റും ഡെഡ് ബോഡിയുടെ ഫിംഗർ പ്രിൻറ്റും ക്രോസ് മാച്ച് നടത്തിയാൽ മാത്രം മതിയായിരുന്നു. DNA ടെസ്റ്റും C4 കാർബൺ ടെസ്റ്റുമൊക്കെ അവിടെ നിൽക്കട്ടെ. അടിയേറ്റതുപോലെ ശങ്കർ മനന്റെയും വിജയചന്ദ്രന്റെയും മുഖം വിളറിപ്പോയി. 2 ജില്ലകളുടെ പോലീസ് അധികാരികളാണ് 0 മാർക്ക് മേടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ശങ്കർ മനൻ ഞരങ്ങി. ഉവ്, താൻ നോക്കി. പൂപ്പതി രാമണ്ണ തിരിഞ്ഞു. ശങ്കരെ, ഞാൻ വീണ്ടും വീണ്ടും പറയുക, ചന്ദ്രമൗലി മരിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഒരു പർവ്വതത്തിന് മറഞ്ഞു നിൽക്കുന്ന കൊടുങ്കാറ്റ് പോലെ, മേഘങ്ങൾക്ക് മറവിൽ നിൽക്കുന്ന ഇടിമിന്നൽ പോലെ, ഭൂമി പിളർന്നു വരുന്ന ജലപ്രവാഹം പോലെ അവൻ വരും. നോക്കിക്കോ. പുറത്ത് ശക്തമായ ഒരു മിന്നലുണ്ടായി. മഴ വീണു നനയുന്ന തളിർ മാന്തലപ്പുകൾക്ക് താഴെ കൂടി
ദ്രാവിഡമണിയുടെ ടാറ്റ സെനോൺ വാൻ ഗസ്റ്റ് ഹൗസിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. മാർട്ടിൻ ജോസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേലന്താവളത്തിന് പോയിട്ട് വരുന്ന വഴിയാണ്. എന്തായി മണി, എന്തെങ്കിലും വിവരങ്ങൾ? ശങ്കർ മേനൻ ദ്രാവിഡമണിയെ നോക്കി. ഇല്ല. മണി ചുമൽ കൂച്ചി. അമുദത്തിന്റെ അടുത്ത് മാർട്ടിൻ ചെന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് 2 പുതിയ പെൺപിള്ളേരെ അമുദം വേലന്താവളത്തിൽ എത്തിച്ചിരുന്നു. അവരെ കാണാനാ മാർട്ടിൻ ഓടിപ്പിടിച്ച് രാത്രി തന്നെ അങ്ങോട്ട് പോയത്. വേലന്താവളത്തിന് തൊട്ടു മുൻപ് അമുദത്തെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാനുമായും സംസാരിച്ചതാണെന്നേ. ശങ്കർ മേനൻ എണീറ്റു. സാറേ, ദ്രാവിഡമണി തിരിഞ്ഞു. ഒരു ചെറിയ വിവരം, ഒരു കുഞ്ഞുറുമ്പിന്റെ അത്രമാത്രം വലിപ്പമുള്ള ഒരു വിവരം ഒരു ലോറിക്കാരൻ തന്നതാ. എന്താ? ശങ്കർ മേനന്റെ മിഴികളൊന്ന് പിടച്ചു. മാർട്ടിൻ സാറിന്റെ ജീപ്പിന് ചുറ്റും കുറേ പേർ കൂടി നിൽക്കുന്നത് ഒരു ലോറിക്കാരൻ കണ്ടിരുന്നു. കുറേ പേരോ? ആര്? അതല്ലേ രസം. കൂടി നിന്നവരിൽ ഏറെയും പെൺകുട്ടികളാ. 4-5 ചെറുപ്പക്കാര് ആൺപിള്ളേരുമുണ്ടായിരുന്നു. ലോറിക്കാരൻ വണ്ടിപ്പേട്ടയിൽ നിന്ന് ഭക്ഷണം മേടിച്ച് തിരിച്ചു വരുമ്പോൾ പോലീസ് ജീപ്പ് മാത്രം അവിടെ കിടപ്പുണ്ട്. ശങ്കർ മേനന്റെ തലയ്ക്കുള്ളിൽ ഒരു മിന്നലുണ്ടായി. ചിലങ്കയും ആളുകളും തന്നെയാവും. പക്ഷേ ആര്? എവിടെ? ഇത് അവളുടെ പണി തന്നെയാ മണി. ശങ്കർ മേനൻ തിരിഞ്ഞു. ചിലങ്കയുടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവൾ ഇന്നലെ ആശുപത്രിയിൽ വന്നപ്പോഴും ചുറ്റിനും ഒരു സംഘമുണ്ടായിരുന്നു. അതിലേറെയും പെൺപിള്ളേരും. എന്നാലും ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ തട്ടിയെടുക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായി കാണും. പൂപ്പതി രാമണ്ണ എല്ലാവരെയും മാറി മാറി നോക്കി. സാഹചര്യങ്ങളാണ് മനുഷ്യരെ കരുത്തരാക്കുന്നത്. അതിന് ആൺപെൺ ഭേദമൊന്നുമില്ല. 10 നില കെട്ടിടത്തിന് തീ പിടിച്ചാൽ എത്ര ഭയമുള്ളവനും അതിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടും. ചാടിയാൽ രക്ഷപ്പെടുകയും ചെയ്യും. അതുപോലെയാവും ആ പെണ്ണും. ഒന്ന് നിർത്തി രാമണ്ണ തിരിഞ്ഞു. ശങ്കരേ, ഞാൻ വീണ്ടും പറയുക, ജയിച്ചു എന്നൊരു മണ്ടൻ ധാരണയില നിങ്ങൾ. പക്ഷേ കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. മഴ പിളർന്ന് ഒരു ഇടിമിന്നൽ കൂടി വന്നു. മാമ്പഴത്തോട്ടം ഒന്നുകൂടി പ്രകമ്പനം കൊണ്ടു. ചോളപ്പാടങ്ങൾക്ക് നടുവിലെ ഫാം ഹൗസിലായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസ്. കസേരയിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു അയാളുടെ ശരീരം. സ്റ്റേപ്ലർ പിന്നുകൾ തറഞ്ഞു കയറിയ നാവിന് കറുത്ത ചോരയുടെ നിറമായി കഴിഞ്ഞിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് മാർട്ടിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നാവു പൊങ്ങുന്നില്ല. ചിലങ്ക പതിയെ മാർട്ടിന്റെ മുൻപിലേക്ക് വന്നു. പിന്നെ ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അതിലേക്ക് ഒരു കാലുയർത്തി നിന്നു. ചിലങ്കയുടെ പുരുകങ്ങൾക്ക് നടുവിൽ ഒരു വലിയ ചുവന്ന വട്ടപ്പൊട്ട് തിളങ്ങിക്കൊണ്ടിരുന്നു. ശ്രീറാം, ചിലങ്ക പിന്നിലേക്ക് നോക്കി വിളിച്ചു. മാർട്ടിൻ സാറിന്റെ നാവിൽ നിന്ന് ഈ പിന്നുകളെല്ലാം പറിച്ചു കളഞ്ഞേക്ക്. നമുക്ക് ചിലത് ചോദിച്ചറിയാനുള്ളതാ. മാർട്ടിൻ ജോസ് കഠിനമായി നടുങ്ങി. നാവിൽ പിന്ന് തറച്ചു കയറുന്നതിനേക്കാൾ 10 മടങ്ങ് വേദനയായിരിക്കും അത് തിരികെ പറിച്ചെടുക്കുമ്പോൾ. സ്റ്റേപ്ലറുമായി ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് മാത്രമേ മാർട്ടിൻ ജോസ് കണ്ടുള്ളൂ. മാർട്ടിന്റെ നാവ് ശ്രീറാം വളരെ നിസ്സാരമായി പുറത്തേക്ക് വലിച്ചു പിടിച്ചു. മാർട്ടിൻ ജോസിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് വന്ന അലർച്ചയിൽ ഫാം ഹൗസും ചോളപ്പാടവും കുടുങ്ങി വിറച്ചു. 1, 2, 3, 4, 10 സ്റ്റേപ്ലർ പിന്നുകളും നാവിൽ നിന്ന് പറിച്ചെടുത്തു. 20 ചോരക്കുത്തുകൾ മാർട്ടിന്റെ നാവിൽ പ്രത്യക്ഷപ്പെട്ടു. മുൻപോട്ട് തല തൂക്കിയിട്ടിരുന്ന മാർട്ടിന്റെ നാവിൽ നിന്ന് ചോര പടർന്ന് കീഴ്ത്താടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇനി പറ. പവിത്രജ്വാല മാർട്ടിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് മലർത്തി. ചിലങ്ക ചേച്ചിയുടെ അമ്മ ആത്മഹത്യ ചെയ്തതോ അതോ കൊന്നതോ? മാർട്ടിൻ മിണ്ടിയില്ല. പറ മാർട്ടിനെ. പവിത്രജ്വാല മുടിയിൽ പിടിച്ച് ഒന്നുലച്ചു. എന്നിട്ടും മാർട്ടിൻ മിണ്ടിയില്ല. ശ്രീറാം, ചിലങ്ക ഒന്നുറക്കെ വിളിച്ചു. മാർട്ടിന്റെ മൂക്കിൻ തുമ്പത്തായിരുന്നു വലിയ സ്റ്റേപ്ലർ കൊണ്ടുള്ള പ്രയോഗം. തുരുതുര 3 പിന്നുകൾ. അയ്യോ! മാർട്ടിൻ ജോസ് അലറി വിളിച്ചുപോയി. ഞാൻ പറയാം. പറഞ്ഞോ. കൊന്നതാ. ചിലങ്കയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. ആര് പറഞ്ഞിട്ട്? SP വിജയചന്ദ്രൻ സാറും ശങ്കർ മേനൻ സാറും എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാ. ആരാ എൻ്റെ അമ്മയെ കെട്ടിത്തൂക്കിയത്? നീയാണോ? മാർട്ടിൻ മിണ്ടിയില്ല. ആണോടാ? ചിലങ്ക കൈവീശി മാർട്ടിന്റെ മുഖമടച്ച് ഒന്ന് പൊട്ടിച്ചു. മാർട്ടിൻ ഞരങ്ങി. കൊല്ലപ്പെടും മുൻപ് എൻ്റെ അമ്മ എന്തു പറഞ്ഞു? കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പോൾ നീയൊക്കെ എന്തു പറഞ്ഞു? അത് പറയടാ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലുമില്ല മരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ചിലങ്ക സ്റ്റേപ്ലർ വലിച്ചെടുത്ത് മാർട്ടിന്റെ കവിളിലും കൺപോളകളിലുമായി തുരുതുര 4-5 പിന്നടിച്ചു. കൺപോളയിൽ ഉടക്കിയ സ്റ്റേപ്ലർ തിരിച്ചു വലിച്ചെടുത്തപ്പോൾ കൺപോളയുടെ ഒരൽപ്പം കീറി താഴേക്ക് തൂങ്ങിപ്പോന്നു. അലറി പൊളയുന്നുണ്ടായിരുന്നു മാർട്ടിൻ. ഇപ്പോഴെങ്ങനെ മാർട്ടിനെ? ഉറുമ്പ് കടിക്കുന്ന വേദനയോ ഉള്ളോ? ചിലങ്ക മാർട്ടിന്റെ മുടിക്കു കുത്തിപ്പിടിച്ചു തിരിച്ചു. എത്ര പെൺകുട്ടികളെ മാനം കെടുത്തിയിട്ടുണ്ട് മാർട്ടിനെ നീ? 10, 15, 20, 30.
അത് പറഞ്ഞോ, അതോ ഇനിയും പിൻവേണോ? വേണ്ട, ഞാൻ പറയാം. മാർട്ടിൻ കിതച്ചു. 11 പേർ. ചിലങ്ക കൈ ചുരുട്ടി മാർട്ടിൻ്റെ മുഖമടച്ച് ഒരിടിയിടിച്ചു. ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ 1 ഡസൻ തികഞ്ഞേനെയല്ലേ? 11 പെൺകുട്ടികൾ. അവരൊക്കെ ഏതു പ്രായത്തിലുള്ളവരായിരുന്നു മാർട്ടിനെ? പല പല പ്രായത്തിൽ. ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അത് പറയടാ. 13. 13 വയസ്സല്ലേ? ഏതായിരുന്നു ആ കുട്ടി? പരാതി തരാൻ വന്ന ഒരു സ്ത്രീയുടെ മകളായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. എവിടെ വെച്ച മാർട്ടിനെ നീ അതിനെ നശിപ്പിച്ചത്? പരാതിയെപ്പറ്റി അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് അവരുടെ വീട്ടിൽ പോയി. എന്നിട്ട്? അവിടെ ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നോട് യാചിച്ചില്ലേ മാർട്ടിനെ? ആ കൊച്ചുകുട്ടി ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞു കാല് പിടിച്ചില്ലേ നിന്റെ? മാർട്ടിൻ്റെ തല ഒന്നുകൂടി താണു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ചിലങ്ക മാർട്ടിൻ്റെ തല പിടിച്ചുയർത്തി. യാചിച്ചു കരഞ്ഞു. നിന്റെ ഇളയ മകൾക്ക് എത്ര വയസ്സുണ്ട് മാർട്ടിനെ? 15. അതിനേക്കാൾ 2 വയസ്സിന് എളുപ്പമുള്ള ഒരു കുട്ടിയെയാ നീ. ചിലങ്ക ഒന്ന് നിർത്തി. അവളെ നീ എന്തൊക്കെ ചെയ്തു മാർട്ടിനെ? കടിച്ചോ? മാന്തിയോ? നഖം കൊണ്ട് നുള്ളിക്കീറിയോ? അവളോടും നീ പറഞ്ഞു കാണും, ഇതിനെല്ലാം ഉറുമ്പ് കടിക്കുന്ന വേദന പോലുമില്ലെന്ന്, അല്ലേ? ചിലങ്ക മാർട്ടിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പെണ്ണെന്നു പറയുന്നത് നിന്നെപ്പോലുള്ളവർക്ക് പീഡിപ്പിച്ച് രസിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് നിന്നോടാരാ പറഞ്ഞത് മാർട്ടിനെ? ശാന്തമായിരുന്നു ചിലങ്കയുടെ ചോദ്യം. നിന്നെയും ഒരമ്മ പ്രസവിച്ചതല്ലേ? നിനക്കും പെൺമക്കളില്ലേ? 11 പേരുടെ മാനം ചവച്ചു തുപ്പിയ മാർട്ടിൻ ഇനി സ്വന്തം ഭാര്യയുടെ ഒപ്പം പോലും കിടക്കണ്ട. ഒരു വിധിന്യായം വായിക്കുന്നതുപോലെയായിരുന്നു ചിലങ്കയുടെ സ്വരം. ഇനി ഒരു പെണ്ണിനെ കണ്ടാലും ഉപദ്രവിക്കണമെന്ന് നിനക്ക് തോന്നില്ല. തോന്നിയാൽ തന്നെ അതിനുള്ള ശേഷി നിനക്കുണ്ടാവില്ല. ഒരു നപുംസകത്തിൻ്റെ ജീവിതമാണ് മാർട്ടിനെ ഇനി നിനക്ക് മുൻപിൽ. ജീവന്റെ ഒരു ചെറുമിടിപ്പൊഴുകെ ബാക്കിയെല്ലാം നിന്റെ ശരീരത്തിൽ നിന്ന് ഞങ്ങളിങ്ങ് തിരിച്ചെടുക്കുക. തസ്നി, ചിലങ്ക ഉറക്കെ വിളിച്ചു. തനിക്ക് ചുറ്റും പെൺകുട്ടികളുടെ ഒരു സംഘം രൂപം കൊള്ളുന്നത് മാർട്ടിൻ ഭീതിയോടെ കണ്ടു. എല്ലാവരുടെയും കൈകളിൽ സ്റ്റേപ്ലറുകൾ. ഇത് മാനം കവരാൻ വരുന്ന ചെന്നായ്ക്കൾക്കെതിരെ ഞങ്ങൾ പെൺകുട്ടികൾ സ്ഥാപിച്ചിരിക്കുന്ന അതിവേഗ കോടതിയാ. ഞങ്ങൾക്കറിയാം മാർട്ടിനെ, ഞങ്ങളെ രക്ഷിക്കാൻ. ഒരേ തരം കോശങ്ങളും മാംസവും ഒരേ നിറമുള്ള ചോരയും തന്നെയാ മാർട്ടിനെ, ആണിനും പെണ്ണിനും. മൂക്കിന് താഴെ കിളിച്ച ഒരു മീശയുടെയും കട്ടികൂടിയ ശബ്ദത്തിൻ്റെയും പേരിൽ ഇനി ഒരു പുല്ലനും ഒരു പെണ്ണിൻ്റെയും ശരീരത്ത് അവളുടെ അനുവാദമില്ലാതെ തൊടരുത്. തൊട്ടാൽ. പിന്നെ കേട്ടത് 20ലേറെ സ്റ്റേപ്ലറുകളുടെ ശബ്ദവും മാർട്ടിൻ ജോസിൻ്റെ അലറിക്കരച്ചിലുമായിരുന്നു. കാക്കകൾ കൂട്ടത്തോടെ കൊത്തിപ്പറിക്കും പോലെയായിരുന്നു അത്. പിന്നുകൾ തീരുന്ന സ്റ്റേപ്ലറുകൾ ശ്രീറാമും സംഘവും വേഗത്തിൽ നിറച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കോട്ടച്ചന്തയുടെ പിന്നിലെ ചവറ്റുകൂനയിൽ നിന്ന് വെളുപ്പിന് 5 മണിക്കാണ് സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസിൻ്റെ ശരീരം കിട്ടിയത്. അടിവസ്ത്രം മാത്രമായിരുന്നു വേഷം. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ചു. അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു. ഇങ്ങനെ എഴുതിയ ഒരു കടലാസ് മാർട്ടിൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചിരുന്നു. ശരീരം മുഴുവൻ സ്റ്റേപ്ലർ പിന്നുകൾ. കണ്ടവർക്ക് ഒറ്റ നോട്ടത്തിൽ നൂൽക്കമ്പികൾ കൊണ്ട് നിർമ്മിച്ചതാണ് മാർട്ടിൻ്റെ ശരീരമെന്ന് തോന്നിപ്പോയി. മെഡിക്കൽ സെൻ്ററിൻ്റെ മുന്നിലേക്ക് SP ശങ്കർ മനൻ്റെ സൈലോ വെള്ളിടി പോലെ വന്നു നിന്നു. AR ക്യാമ്പിലെ ഷറഫ് അലിയും 2 പോലീസുകാരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. മാർട്ടിൻ. SP അവരെ നോക്കി. ICUവിലാ. തീപ്പൊള്ളലേൽക്കുന്നവരെ ഇടുന്ന നെറ്റിൽ ഇട്ടേക്കുന്നു. മേലാസകലം മുറിവുകളാ. ബോധം വന്നില്ലേ? വന്നു, പക്ഷെ സംസാരിക്കുന്നില്ല. ആശുപത്രി സൂപ്രണ്ട് ചന്ദ്രമോഹൻ ശങ്കർ മനന് അരികിലേക്ക് വന്നു. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്രയും ബ്രൂട്ടലായ ഒരു അറ്റാക്ക് ഞാൻ കണ്ടിട്ടില്ല. സൂപ്രണ്ട് ശങ്കർ മനനെ നോക്കി. എന്താണ് ഡോക്ടർ മാർട്ടിന് സംഭവിച്ചത്? ശങ്കർ മനൻ ഉത്കണ്ഠയോടെ ചന്ദ്രമോഹനെ നോക്കി. ജീവൻ മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം നശിപ്പിച്ചു. സ്റ്റേപ്ലർ കൊണ്ടായിരുന്നു ആക്രമണം. 1/2 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള 1600ലേറെ മുറിവുകളാണ് മാർട്ടിൻ്റെ ശരീരത്തിൽ. 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മാർട്ടിൻ്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുത്തത് 1400 സ്റ്റേപ്ലർ പിന്നുകൾ. അരയ്ക്ക് താഴേക്ക് സ്റ്റീം റോളർ കയറ്റിയിറക്കിയതുപോലെ ചതഞ്ഞരഞ്ഞു പോയി. ഒരു പുരുഷനായി ഇനി മാർട്ടിന് ജീവിക്കാൻ പറ്റില്ല ഈ ജന്മം. ശങ്കർ മനൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ചൂടുകാറ്റ് ഇരമ്പിത്തുടങ്ങിയിരുന്നു. പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. ശങ്കർ മനൻ ഫോൺ കാതോട് ചേർത്തു. അധ്യായം 29. ചിലങ്കയ. ഫോണിൽ മറുവശത്തു നിന്ന് ശങ്കർ മനൻ പതിഞ്ഞ സ്വരം കേട്ടു. അസ്ഥികൾക്ക് മീതെ മഞ്ഞുകട്ട അമർന്നതുപോലെ ഒരു തരിപ്പ് അയാളുടെ ശരീരത്തിലുണ്ടായി. എടി പുല്ലേ. ശങ്കർ മനൻ പല്ല് ഞെരിച്ചു.
എന്താടാ പുല്ലേ? മറുവശത്തു നിന്ന് ചിലങ്കിയുടെ ചോദ്യം കേട്ടു. മാട്ടിൻ്റെ ശരീരത്തിൽ നിന്ന് പിന്നൊക്കെ പറിച്ചോ ശങ്കരെ? 1000 പിന്നുവരെ ഞങ്ങൾ എണ്ണിയായിരുന്നു. പിന്നെ എണ്ണാൻ പറ്റിയില്ല. ആരൊക്കെയാടി ഈ ഞങ്ങള്? ഞാനും നിന്റെ തന്തയും നിന്റെ തന്തയുടെ തന്തയും. എടി പോടാ. ചിലങ്ക നിസാരമായി ചുണ്ടുകൂട്ടിക്കളഞ്ഞു. വനത്തിനുള്ളിൽ അധികം ആഴമില്ലാത്ത പരന്നൊഴുകുന്ന ഒരു നീർച്ചാലിൻ്റെ കരയിലായിരുന്നു ചിലങ്കയും സംഘവും. 2 വണ്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. 2ഉം ടൊയോട്ട ക്വാളിസ് വാനുകൾ. വണ്ടികൾ തേച്ചു കഴുകുകയായിരുന്നു ശ്രീറാമൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ. നീർച്ചാലിൻ്റെ കരയിലുണ്ടാക്കിയ താൽക്കാലിക അടുപ്പിനു മീതെ ഒരു വലിയ കലത്തിൽ കപ്പ തിളയ്ക്കുന്നു. കാട്ടുപോത്തിൻ്റെ ഇറച്ചി മഞ്ഞൾ കൂട്ടി തിരുമ്മിയെടുക്കുന്ന തിരക്കിലാണ് 4 പെൺകുട്ടികൾ. എടി എടി മറ്റവളെ! മറുവശത്തു നിന്ന് ശങ്കർ മന്നൻ്റെ വിളിയൊച്ച ചിലങ്ക കേട്ടു. നിന്നെയൊക്കെ എന്തു ചെയ്യണമെന്നാടി ഈ ശങ്കർ മന്നൻ ഇപ്പോൾ ചിന്തിക്കുന്നത്? വെറുമൊരു CIക്ക് 1200-ലേറെ സ്റ്റേപ്ലർ പിൻ സമ്മാനമായി കൊടുത്തപ്പോൾ ഒരു SP-ക്ക് എത്രയെണ്ണം തരണമെന്ന ശങ്കറെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്? ചിലങ്ക പതിയെ ഫോണുമായി തിരിഞ്ഞു. നീയൊന്നും ഒരു ചുക്കും ചെയ്യത്തില്ലടി, ശങ്കർ മന്നൻ വെല്ലുവിളിച്ചു. മാർട്ടിന് പറ്റിയത് പറ്റി. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെപ്പോലും നിനക്കൊന്നും തൊട്ടു നോക്കാൻ പറ്റത്തില്ല. നോക്കിക്കോ, 1-2 ദിവസത്തിനകം തൂത്തുപെറുക്കിയെടുത്തിരിക്കും നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും. മോനെ കടുവച്ചങ്കര, ചിലങ്ക പതിയെ വിളിച്ചു. നീ കരുതുന്നതുപോലെ ഒരു ചെറിയ സെറ്റപ്പല്ല ഞങ്ങളുടേത്. പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത ഈ സമൂഹത്തിൽ പെൺകുട്ടികളുടെ മാനത്തിനും ജീവനും വേണ്ടി സ്വയം ആയുധങ്ങളായി മാറിയ ഒരു കൂട്ടം പെൺകുട്ടികളുടെ ടീമാണിത്. നിന്നെപ്പോലുള്ള ചെന്നായ്ക്കളെ കൊല്ലാൻ ഞങ്ങൾക്ക് മടിയില്ല. അഭിമാനം രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ചാവുന്നതിനും. ഞാൻ പറഞ്ഞില്ലേ ശങ്കരെ, ഞരമ്പ് രോഗികളായ നാട്ടുകാർക്ക് വായിച്ചു രസിക്കാനുള്ള ഒരു ഇക്കിളി വാർത്തയാവാൻ വേണ്ടിയല്ല ഒരമ്മയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നത്, ഒരച്ഛനും അവളെ വളർത്തുന്നത്. നിന്നെപ്പോലുള്ള പരനാറുകളുള്ള ഒരു സമൂഹത്തിൽ ഒച്ചിഴയുന്ന വേഗത്തിൽ പോകുന്ന നിയമത്തെയും കോടതി വിധികളെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുൻപോട്ടു പോവാൻ പറ്റില്ല ഞങ്ങൾക്ക്. ചിലങ്ക ഒന്ന് നിർത്തി. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം മാർട്ടിൻ എന്ന ഒരു ചെറ്റയിലോ SP ടൈഗർ ശങ്കർ മന്നൻ എന്ന പരമചെറ്റയിലോ ബാക്കിയുള്ള ജയമോഹൻ തമ്പി, വിജയചന്ദ്രൻ, ദ്രാവിഡമണി, പൂപ്പതി മക്കൾ തുടങ്ങിയ ഇന്റർനാഷണൽ ചെറ്റകളിലോ മാത്രം ഒതുങ്ങി നിൽക്കില്ല. എവിടെ ഒരു പെണ്ണിൻ്റെ മാനം പിച്ചിക്കീറി പോകുന്നുവോ അവിടെ അത് ചെയ്യുന്നവന് ഒരു തൂക്കുകയറുമായിട്ട് ഞങ്ങൾ കാണും. 2-3 എണ്ണത്തിനെ തൂക്കിക്കഴിയുമ്പോൾ എല്ലാവനും ഒരു പേടി വരും, ഇല്ലേ ശങ്കറെ? എടി, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശങ്കർ സാറ് ഒരുപാട് സൂക്ഷിക്കണം. ഞങ്ങൾക്ക് അടുത്തതായി പിടികൂടാൻ തോന്നുന്നത് ശങ്കർ സാറിനെ ആണെങ്കിലോ? അറിയാതെ ശങ്കർ മന്നന് ഒരു ഉൾക്കിടലമുണ്ടായി. മറുവശത്തു നിന്ന് ചിലങ്കയുടെ അമർത്തിയ ചിരി കേട്ടു. കോൾ കട്ടായി. ചിലങ്ക ഫോണുമായി പതിയെ തിരിഞ്ഞു. കടുത്ത തണുപ്പായിരുന്നു വനത്തിനുള്ളിൽ. പവിത്രജ്വാല ചിലങ്കയുടെ നേരെ വരുന്നുണ്ടായിരുന്നു. അക്കച്ചി വാ. പവിത്രജ്വാല ചിലങ്കയുടെ കയ്യിൽ പിടിച്ചു. എന്താടി? ചിലങ്ക സ്നേഹത്തോടെ പവിത്രയെ നോക്കി. അതൊക്കെയുണ്ട്, വാ. പവിത്രജ്വാല വീണ്ടും ചിലങ്കയുടെ കയ്യിൽ പിടിച്ചു. ഒരു കാര്യം കാണിച്ചു തരാം. ആനയുടെ തുമ്പിക്കൈയുടെ വണ്ണമുള്ള ഒരു പടുകൂറ്റൻ വേരിന് മീതേക്ക് പവിത്രജ്വാല ചിലങ്കയെ ഇരുത്തി. പിന്നെ തൻ്റെ ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്നു. മടക്കി വെച്ചിരുന്ന തുണികൾക്കിടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറെടുത്തു. ദൂരെ തണലിന് താഴെ ഒരു പ്ലാസ്റ്റിക് കട്ടിലിൽ ഉമാശങ്കരി ഉറങ്ങിക്കിടക്കുന്നത് ചിലങ്കയ്ക്ക് കാണാമായിരുന്നു. അക്ക ദേ. പവിത്രജ്വാല പതിയെ പ്ലാസ്റ്റിക് കവർ തുറന്നു. പിന്നെ അതിനുള്ളിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒന്നെടുത്തു. അതിൽ നിന്ന് പവിത്രജ്വാലയെടുത്ത വസ്തു കണ്ട് ചിലങ്ക അമ്പരന്നുപോയി. ഒരു റിവോൾവർ. ഇതെങ്ങനെ നിന്റെ കയ്യിൽ? അതൊക്കെയുണ്ട് അക്ക. പവിത്രജ്വാല ചിരിച്ചു. അങ്ങേ ആന്ധ്രാവില് എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് തിരുപ്പതി റാവു. 3000 ഏക്കറോളം പുകയിലപ്പാടം സ്വന്തമായിട്ടുണ്ട് അവർക്ക്. തിരുപ്പതിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം. പ്രേമമാണോടി? ചിലങ്ക മിഴികൾ ഉയർത്തി പവിത്രജ്വാലയെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. അങ്ങനെയും പറയാം. എനിക്കും അവനെ ഭയങ്കര ഇഷ്ടമാ. പക്ഷേ അതൊരു പ്രേമമായി ഇതുവരെ കൺവേർട്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഗുണ്ടൂരിലെ 3000 ഏക്കർ പുകയിലത്തോട്ടത്തിൻ്റെ ഉടമയും കോടീശ്വരനുമായ അപ്പ റാവുവിൻ്റെ ഒരേയൊരു മകനായ തിരുപ്പതിയെ പ്രണയിക്കാൻ തക്ക യോഗ്യത പവിത്രജ്വാല എന്ന ഈ സാധാരണ പെണ്ണിനില്ല എന്ന തിരിച്ചറിവാവാൻ കാരണം. എന്തായാലും ഞാനും അമ്മയും കഴിഞ്ഞ മാസം കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലേക്ക് പോരുന്നതിന് മുൻപ് അവൻ എന്നെ കാണാൻ വന്നു. പവിത്രജ്വാല ഒന്ന് നിർത്തി. കുറേ പണവുമായിട്ടാ വന്നത്. 1 രൂപ പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രായം 10-24 ഉണ്ടെങ്കിലും
കൊച്ചുകുട്ടികളുടെ മനസ്സാ തിരുപ്പതിക്ക്. കാശൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കണ്ണും തുളുമ്പി അവിടെ ഇരുന്നു. അന്നേരം അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഒരു യാത്രയ്ക്ക് കൂട്ട് എപ്പോഴും ഒരു ആയുധമാണ് നല്ലതെന്ന്. പവിത്രജ്വാല ഒന്ന് നിർത്തി. തസ്നിയുടെ നേതൃത്വത്തിലുള്ള പെൺകുട്ടികൾ കാട്ടുപോത്തിൻ്റെ നുറുക്കിയെടുത്ത ഇറച്ചി വേവിക്കാനായി വലിയ ചെമ്പു പാത്രത്തിലേക്ക് മാറ്റുന്നത് ചിലങ്ക കണ്ടു. പിറ്റേന്ന് തിരുപ്പതി വന്നത് ഒരു ആയുധവും കൊണ്ടായിരുന്നു. ഈ തോക്ക് അവൻ്റെ അച്ഛനായ അപ്പാറാവുവിൻ്റെ ആയുധശേഖരത്തിൽ നിന്ന് ഒരെണ്ണം അവൻ ചോദിച്ചു വാങ്ങിയതാണെന്ന്. പാവം. പവിത്രജ്വാല ഒന്ന് നിർത്തി. തിരുപ്പതി ഇപ്പോൾ എവിടെയാണോ എന്തോ. അമ്മയില്ല തിരുപ്പതിക്ക്. അവൻ്റെ 5-ാമത്തെ വയസ്സിൽ മരിച്ചു പോയതാ അമ്മ. തിരുപ്പതിയെ മടിയിലിരുത്തി ചോറ് വാരി കൊടുക്കുമ്പോൾ കർഷക സമരത്തിൻ്റെ മറവിൽ മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു തിരുപ്പതിയുടെ അമ്മ അനന്തലക്ഷ്മിയെ. അമ്മ എന്ന് കേട്ടതും ചിലങ്കയുടെ മുഖത്ത് ഒരു പിടച്ചിലുണ്ടായി. ചിലപ്പോഴൊക്കെ തിരുപ്പതി എന്നോട് പറയുമായിരുന്നു, അവനെ ഞാൻ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ. പാവം തിരുപ്പതി. നിനക്കവനെ സ്നേഹിച്ചുകൂടായിരുന്നോ? ചിലങ്ക പവിത്രജ്വാലയെ നോക്കി. തികച്ചും ആത്മാർത്ഥമായിട്ടായിരുന്നു ചിലങ്കയുടെ ചോദ്യം. ശരിക്കും എൻ്റെ മനസ്സും അത് ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അക്കച്ചി. പവിത്രജ്വാല പതിയെ മുഖമുയർത്തി. തിരുപ്പതിയുടെ കാര്യം ഏട്ടനോട് പറയുന്നതിനു വേണ്ടി കൂടിയായിരുന്നു സ്വാമിത്തോപ്പിലേക്കുള്ള ഈ വരവ്. പക്ഷേ പവിത്രജ്വാല ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ തോക്ക് ചിലങ്കയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് ചേച്ചി വെച്ചോ. തിരുപ്പതിയുടെ വക ഈ സമ്മാനം നമ്മുടെ യാത്രയിൽ ചേച്ചിക്ക് ഉപകരിക്കും. ചിലങ്ക റിവോൾവർ കയ്യിലെടുത്തു. തോക്കിൻ്റെ പിടിയിൽ കട്ടിയുള്ള സ്റ്റിക്കർ പോലെ എന്തോ ഒന്ന് ഒട്ടിച്ചിരുന്നു. അതിൽ തിരുപ്പതി ഭഗവാന്റെ ചിത്രം. ചിലങ്ക കൈ മുൻപോട്ട് നീട്ടിപ്പിടിച്ച് ഉന്നം വെച്ചു. നല്ല ഭാരമുണ്ടായിരുന്നു തോക്കിന്. കൈ പതറുന്നു എന്ന് തോന്നിയപ്പോൾ ചിലങ്ക ഇടത് കൈപ്പത്തി കൊണ്ട് വലത് കൈത്തലത്തിന് അടിയിൽ ഒരു താങ്ങു കൊടുത്തു. ഒരു കണ്ണ് ഇറുക്കിയടച്ച് ചിലങ്ക ഒന്ന് നോക്കി. അരുവിയുടെ അക്കരെ ശത്രുക്കൾ നിരന്നു നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ജയമോഹൻ തമ്പി, SP വിജയചന്ദ്രൻ, പൂപ്പതി രാമണ്ണ, കാർത്തികേയൻ, വീരബാഹു, ദ്രാവിഡമണി. ചിലങ്കയുടെ വിരൽ പതിയെ ട്രിഗറിൽ തൊട്ടു. അടുത്ത നിമിഷം വനത്തിനുള്ളിൽ നിന്ന് ഒരു ഇരമ്പൽ കേട്ടു. ഒരു പഴഞ്ചൻ ഫർഗോ ലോറിയുടെ മുഖം കാട്ടുപാതയുടെ അതിരിൽ തെളിഞ്ഞു. ലോറി ആടിക്കുലുങ്ങി അരുവിയുടെ നേരെ വന്നു. ചിലങ്കയും പവിത്രജ്വാലയും ഒരു നിമിഷം അമ്പരന്നുപോയി. ലോറി നിസ്സാരമായി അരുവിയുടെ ആഴം കുറഞ്ഞ ഭാഗത്തേക്കിറങ്ങി. പിന്നെ വെള്ളത്തിലൂടെ പരന്ന പാറപ്പുറത്തുകൂടി ഓടി ഇപ്പുറത്തു വന്നു നിന്നു. ലോറിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചന്ദ്രമൗലിയുടെ സുഹൃത്തായ ദേവരാജനും 2 പേരും ഇറങ്ങി. 1-2 പടുകൂറ്റൻ ടെന്റുകൾക്കുള്ള സാധനങ്ങളായിരുന്നു ലോറിയിൽ. ദേവരാജന്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അടുത്ത ഒരാഴ്ച ചിലപ്പം ഇവിടെ ഭയങ്കര മഴയായിരിക്കുമെന്ന ആദിവാസികൾ പറഞ്ഞത്. ദേവരാജൻ ചിലങ്കയെ നോക്കി. വനത്തിലൂടെ അരുവിക്ക് സമാന്തരമായി 1/2 കിലോമീറ്റർ നടന്നാൽ ഒരു പഴയ കെട്ടിടമുണ്ട്. പേയ് ബംഗ്ലാവ് എന്ന അതിൻ്റെ പേര്. ആദിവാസികൾ പറഞ്ഞതാ. ദേവരാജൻ ഒന്ന് നിർത്തി. പ്രേതങ്ങളുള്ള ഒരു ബംഗ്ലാവ്. ചീഞ്ഞളിഞ്ഞ് 6 മൃതശരീരം വർഷങ്ങൾക്ക് മുൻപ് അവിടെ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തി 6 മൃതശരീരവും ബംഗ്ലാവിന് പിന്നിൽ കുഴിച്ചിട്ടു. പിന്നെ വേട്ടക്കാർ പോലും ആ വഴി പോവാതെയായി. ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ആ ബംഗ്ലാവ് നമുക്കുപയോഗിക്കാം. അതു കൊള്ളാം ദേവരാജൻ ചേട്ടാ. ചിലങ്ക പുഞ്ചിരിച്ചു. പ്രേതങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതൽ നമ്മളല്ലേ മോളെ. ദേവരാജൻ പതിയെ ചിലങ്കയെ വിളിച്ചു. അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. മൗലിയുടേത് കഴിഞ്ഞിട്ട് ഇന്ന് കൃത്യം 16 ദിവസവും. എന്തെങ്കിലും കർമ്മം ചെയ്യണ്ടേ മോളെ? ചിലങ്കയുടെ മിഴികളിൽ ഒരു പിടച്ചിലുണ്ടായി. അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളല്ലേ ദേവരാജൻ ചേട്ടാ ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേവരാജന്റെ മുഖത്ത് ഒരു വേദനയുണ്ടായി. ചിലങ്കയുടെയും മൗലിയുടെയും കല്യാണം നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരാ ഞങ്ങളും. ചിലങ്ക പുഞ്ചിരിച്ചു. നിനക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു മോളെ? ദേവരാജൻ അമ്പരപ്പോടെ ചിലങ്കയെ നോക്കി. എൻ്റെ അമ്മയും ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലങ്ക പതിയെ തിരിഞ്ഞു. ഉള്ളിൽ വേദനയില്ലെന്നല്ല, സഹിച്ചും ക്ഷമിച്ചും വേദനിച്ചും മുൻപോട്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല. അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചിലങ്ക ദേവരാജനെ നോക്കി. സത്യത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ അതോ കർണാടകത്തിലാണോ ദേവരാജൻ ചേട്ടാ? ദേവരാജന്റെ മുഖത്തൊരു ചിരിയുണ്ടായി. സത്യം പറഞ്ഞാൽ അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാ. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡറാണെന്ന് പറയാം സത്യമംഗലം. പക്ഷേ കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് കേരളത്തിൻ്റെ മണവും കിട്ടും.
ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ ബന്ദിപ്പൂർ, ബാവലി റൂട്ട്, ഇടത്തേക്ക് തിരിഞ്ഞാൽ ചതുമുഖി എന്ന നെയ്ത്ത് ഗ്രാമം. ദേവരാജൻ ചേട്ടൻ നാളെയോ മറ്റന്നാളോ തമിഴ്നാട്ടിലൊന്ന് പോണം. ഞാനൊരു അഡ്രസ്സ് തരാം. ആസാദ് അബ്ദുൽ കലാമിന് കേരളത്തിൽ നിന്ന് നമ്മളെ പിന്തുണയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മാത്രമല്ല, നമുക്ക് വേണ്ടി ആസാദിനെയും ശരണിയെയും അപകടത്തിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല. ദേവരാജൻ തലകുലുക്കി. ആരാ മോളെ അടുത്തയാൾ? ശങ്കർ മേനനോ അതോ SP വിജയചന്ദ്രനോ? ചിലങ്ക നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ആരെയാണ് ചിലങ്ക ഉദ്ദേശിച്ചതെന്ന് ദേവരാജന് മനസ്സിലായില്ല. കോട്ട മൈതാനത്ത് പെരുമഴയ്ക്ക് താഴെ 4 വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ചെളിവെള്ളം ചിതറിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റുകൾ തെളിച്ച് ഒരു വോയേജർ വാൻ കൂടി പാഞ്ഞു വന്നു നിന്നു. അതിൽ നിന്ന് മഴയിലേക്ക് ദ്രാവിഡമണി ഇറങ്ങി. ഒരു സൈലോ വാൻ കൂടി വന്നു. അതിൽ നിന്ന് SP ശങ്കർ മേനൻ കുട നിവർത്തിക്കൊണ്ടാണ് മഴയിലേക്ക് ഇറങ്ങിയത്. കുടയെടുക്കും മണി, ഇല്ലെങ്കിൽ പനി പിടിക്കും. ശങ്കർ മേനൻ ദ്രാവിഡമണിയെ നോക്കി. അത് സാറിന്. മണി ചിരിച്ചു. അവിടെ കിടന്നിരുന്ന വാഹനങ്ങളിൽ ഒന്നിൻ്റെ ഡോർ തുറന്ന് SP വിജയചന്ദ്രൻ ഇറങ്ങി. ശങ്കരേ. വിജയചന്ദ്രൻ ശങ്കർ മേനനെ നോക്കി. ചിലങ്കയെയും കൂട്ടരെയും പിടിക്കാൻ പോലീസിൻ്റെ ടീം പോരെ? പുറത്തുനിന്ന് സുപ്പാരി ഗാങ്ങിനെ റിക്രൂട്ട് ചെയ്യണോ? വേണം. ഉറച്ചതായിരുന്നു ശങ്കർ മേനൻ്റെ സ്വരം. നമുക്ക് പരിമിതികളുണ്ട് വിജയ. ഇത് ഒരു പെണ്ണിൻ്റെ പ്രതികാരമാ. ഇവിടെ കയ്യടിയും പബ്ലിക് സപ്പോർട്ടും അവൾക്ക് കിട്ടൂ. ചിലങ്കയ്ക്ക് പെൺപിള്ളേരെ ഉപദ്രവിക്കുന്നവരെ ആരെങ്കിലും നടു റോഡിലിട്ട് പച്ചയ്ക്ക് കത്തിച്ചാൽ പോലും ആരും അനങ്ങില്ല. ആരെ ഏൽപ്പിക്കും നമ്മളീ മിഷൻ? അതൊക്കെയുണ്ട്. കാശ് മുടക്കാൻ തയ്യാറാണോ? അത് പറ. വിജയചന്ദ്രൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ പതിയെ തലകുലുക്കി. സ്വന്തം തലയേക്കാളും വലുതല്ലല്ലോ കാശ്. എങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മുടെ ടീം കളത്തിലിറങ്ങും. ശങ്കർ മേനൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. രാത്രി സത്യമംഗലം വനത്തിലെ കാട്ടുപാതയിലൂടെ ഓഫ് റോഡർ വാഹനമായ പൊളാരിസ് ഇരമ്പി നീങ്ങിക്കൊണ്ടിരുന്നു. അതിനു മീതെ കറുത്ത ജാക്കറ്റും കമ്പിളിത്തൊപ്പിയും ധരിച്ച് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആഴം കുറഞ്ഞ് പരന്നൊഴുകുന്ന അരുവിയുടെ കരയിലായി പൊളാരിസ് നിന്നു. അരുവിയുടെ അക്കരെ ചിലങ്കയും കൂട്ടരും ഉറങ്ങുന്ന ടെന്റ് കാണാമായിരുന്നു. പൊളാരിസിൽ നിന്ന് ആ മനുഷ്യനിറങ്ങി. പിന്നെ പോക്കറ്റിൽ നിന്ന് രാത്രിക്കാഴ്ച സാധ്യമാകുന്ന ഒരു ഇൻഫ്രാറെഡ് ബൈനോക്കുലർ എടുത്തു. അത് കണ്ണിൽ ചേർത്തുകൊണ്ട് അയാൾ ടെന്റുകളുടെ നേരെ തിരിഞ്ഞു. ടെന്റുകൾക്കുള്ളിൽ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. 1.5 മിനിറ്റിലേറെ അയാൾ അവിടെ നിന്നു. പിന്നെ പൊളാരിസിൻ്റെ ചിൽഡ് ഗ്ലൗ ബോക്സിൽ നിന്ന് ബഡ്വൈസറിൻ്റെ ഒരു ബിയർ എടുത്തു. അത് ഓപ്പൺ ചെയ്ത് ഒന്ന് സിപ്പ് ചെയ്തിട്ട് പോക്കറ്റിൽ നിന്ന് അയാൾ ഫോൺ എടുത്തു. സാവധാനം ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. കിടച്ചാച്ച്. അടുത്ത ഭാഗം നാളെ.